ലോകം മൊത്തം മാറിപ്പോയിട്ടുണ്ട്. ഈ മാറിയ ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ശരിക്കും സത്യത്തിൽ തലമുറകൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത് അല്ലെ? നമ്മൾ എപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് തലമുറ ഇങ്ങനെ ഇത്തരത്തിലുള്ള തലമുറ യാത്ര ചെയ്യാൻ കാരണം എന്താണ്? സത്യത്തിൽ ഈ തലമുറകളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തലമുറകളെ ശാസ്ത്രലോകം 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ആയിട്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഓക്സ്ഫോർഡ് ഡിക്ഷണറികളൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പഠനങ്ങളിൽ മില്ലേനിയം ജനറേഷൻ എന്ന് പറയുന്ന ഒരു തലമുറയെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അരിപ്രാമ ദേശത്തെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്താണ് മില്ലേനിയം ജനറേഷൻസ്. ഞാൻ ഇതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് മുമ്പ് ജനിച്ച ഒരുപാട് പൂർവികർ അവരുടെ ജന്മം കൊണ്ട് സുഹൃതമാക്കപ്പെട്ട, അവരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഒരു മണ്ണിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ കാലഘട്ടങ്ങളിൽ വികസനം കടന്നു വരാത്ത, ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ യന്ത്രവൽക്കരണങ്ങളോ അത്രത്തെ അച്ചടികളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ സംസ്കൃതികളോ ഒന്നുമില്ലാത്ത, കൂടലും കൂടിച്ചേരലുകളും കൈകൊട്ടിപ്പാട്ടും തുടികൊട്ടിപ്പാട്ടും കോൽക്കളികളും മാത്രം നിറഞ്ഞു നിന്ന ഒരു പരമ്പരാഗതമായ ഒരു പഴയ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. മണ്ണ് മെഴുകിയ തറയില് കൂര, പുല്ലാലും ഓലയാലും അവിടെ ഇവിടെയും മാത്രം കാണുന്ന ചില ഓടുമേഞ്ഞ വീടുകള്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോ അതിനൊക്കെ ചില വികസനങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. ആ മണ്ണ് മാറി ചാണകം വന്നു, ചാണകം വന്ന് കാവി വന്നു, കാവി മാറി മൊസൈക്ക് വന്നു, മൊസൈക്ക് മാറി ടൈല് വന്നു, ടൈല് മാറി ഗ്രാനൈറ്റ് വന്നു. ഇപ്പൊ സൂപ്പർസോണിക് ടെക്കോസ് ഗ്ലാസുകൾ പോലുള്ള നവീകരമായ സംവിധാനങ്ങൾ കടന്നു വന്നു. അപ്പോ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ചില അപര്യാപ്തതകള് ഈ കാലഘട്ടം ഇന്ന് ഓർക്ക് നേരെ നിന്നതാണ്. അപ്പൊ മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടത്തിനകത്ത് നമ്മുടെ തലമുറയോടെ ജീവിച്ചത് പട്ടിണിയും പരിവട്ടവും ഒക്കെ ഇവിടെ ജീവിച്ചു പോന്നു. ആ കാലഘട്ടത്തിനകത്ത് വികസനമോ അല്ലെങ്കിൽ ഫോണുകളോ യന്ത്രങ്ങളോ യന്ത്രവൽകൃതങ്ങളോ മോട്ടോർ വാഹന ആക്ടുകളോ IT ആക്ടുകളോ ഒന്നും ഇവിടെ നിലവിലില്ല. പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞ് 1940 തുടങ്ങി 1975 വരെ മില്ലേനിയം ജനറേഷന്റെ കാലഘട്ടമാണ്. 1975 തൊട്ടിട്ട് സെഡ് ജനറേഷന്റെ കാലഘട്ടം തുടങ്ങി. സെഡ് ജനറേഷൻസ് എന്താ പ്രത്യേകത? എന്താ? ഞാൻ സെഡ് ജനറേഷൻ കാലഘട്ടം ജനിച്ച ഒരാളാണ്. സെഡ് ജനറേഷന്റെ കാലഘട്ടത്തിലാണ് വികസനങ്ങൾ കടന്നു വരുന്നു, യന്ത്രവൽക്കരണങ്ങൾ വരുന്നു, മോട്ടോർ ആക്ടുകളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് IT ആക്ടുകൾ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് കടത്തു വഞ്ചികൾ മാറി യന്ത്രം ഘടിപ്പിച്ച ബോട്ടുകളും അതേപോലെ കപ്പലുകളൊക്കെ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് തുകൽ ഉൽപ്പന്നങ്ങളും ടിൻ ഉൽപ്പന്നങ്ങളും ടെലിവിഷനുകളും ഗ്യാസ് സ്റ്റവുകളും ഒക്കെ കടന്നു വരുന്നു. അങ്ങനെ 1GB 2GB 3GB 4GB 5GB എത്തി. ആ കാലഘട്ടം വയലാർ മനോഹരമായ വരികൾ എഴുതി, യേശുദാസ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സത്യനും പ്രേംനസീറും ഒക്കെ അഭിനയിച്ച ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് മാനവികത മനുഷ്യത്വം തുടികൊട്ട് നിൽക്കുന്ന എത്രയോ സിനിമകൾക്ക് കലകൾക്ക് ജീവൻ നൽകിയ ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സെഡ് ജനറേഷന്റെ കാലഘട്ടം. എത്രമേൽ പറയാൻ കിടക്കുന്ന കാലഘട്ടത്തെ കുറിച്ച്. ആ കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഈ വേദി എന്ന് ഏറെ പേർ പങ്കിടുന്നത്. എത്ര സുന്ദരമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടം 2010 കൂടി അവസാനിച്ചു. ദാ വരുന്നു പുതിയൊരു കാലഘട്ടം, ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന കാലഘട്ടം. പ്രത്യേകത എന്താ? ആൽഫ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ ഭാഷാരീതി, സ്വഭാവ രീതി, പഠനരീതി, വിശ്വാസ രീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ച് ആണ്. ആൽഫ ജനറേഷന്റെ ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്തൊരു മാതാവിന് കൈപ്പള്ളി കൊടുക്കാൻ ബുദ്ധിമുട്ടാ. വാന്ന് പറഞ്ഞ പോവുകയും പോന്ന് പറഞ്ഞ വരികയും, ഉറങ്ങാൻ പറയുമ്പോൾ ഉറങ്ങാതിരിക്കുകയും, രാത്രി പകലാക്കുകയും പകൽ രാത്രിയാക്കുകയും, വിവിധ ആഹാരങ്ങൾ കഴിക്കുകയും വിവിധ ആളുകളെ സെലിബ്രിറ്റികളായി സ്വീകരിക്കുകയും, ഒരുപക്ഷെ പഴയ തലമുറ APJ അബ്ദുൽ കലാമിനെ മദർ തെരേസയൊക്കെ അവരിഷ്ടപ്പെടുന്നു. എന്റെ റോൾ മോഡലാന്ന് പറയുന്ന സെഡ് ജനറേഷന്റെ കാലഘട്ടത്തിൽ നിന്ന് മാറി ആൽഫ ജനറേഷൻ കാലഘട്ടം. എന്താ പേരെന്താ? ഡുപ്പിയോ മേത്ത് തുപ്പുക, അപ്പനെ അമ്മ ഉപ്പയും അമ്മയും തെറി പറയുന്ന അല്ലെ പേരില്ല, അവരെയൊക്കെ കൊണ്ടു നടക്കണം നമ്മളെ മക്കള്. ഇപ്പൊ കാലം അങ്ങനായി. അവര് ഭക്ഷണം കഴിക്കുന്നപ്പോഴാ ആദ്യ തലമുറയ്ക്ക് നോക്കാം, മില്ലേനിയം ജനറേഷനിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അന്ത്യത്താഴം അത്തിപ്പഴമേ എന്ന് പറഞ്ഞ മഹാരഥന്മാരുടെ മണ്ണ്. അവർക്കൊന്നും ശരീരത്തിനൊന്നും വലിയ വണ്ണമില്ല, കുമ്പയില്ല. അവർ ശരീരത്തിൽ രക്തം പരിശോധിച്ചാൽ അവർക്കൊന്നും പ്രഷറില്ല, പ്രമേഹങ്ങളില്ല. പക്ഷേ ആൽഫ ജനറേഷൻ കാലഘട്ടത്തിലെ 10 കുട്ടികൾ പരിശോധിച്ചാൽ 5 കുട്ടികൾക്കും ഷുഗറാണ്. അത് 4 പേർ കുമ്പയുള്ളവന്മാരാണ്.
ആ 10 വരെ പരിശോധിച്ചാൽ രാത്രികാലങ്ങളിൽ പെട്ടെന്ന് ഉറങ്ങുന്നവരല്ല. നേരെ മിലിയൻ ജനറേഷനിലേക്ക് നോക്കിയാലോ, ആ ജനറേഷൻ കാലഘട്ടത്തിലെല്ലാം 8 മണിക്ക് കിടന്നുറങ്ങി പുലർകാലം ഉണർന്നെഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസ സംഹിതയാൽ ജീവിച്ച ഒരു തലമുറയാണ്. സുബഹി നിസ്കാരങ്ങളൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു തലമുറയുടെ പാദപ്രശ്നം കൊണ്ട മണ്ണാണ് ഈ മണ്ണ്. പക്ഷെ ആൽഫ ജനറേഷൻ കാലഘട്ടത്തിലെ മക്കൾ പവിത്രമായ ഒരു വെള്ളിയാഴ്ച ദിവസം പോലും അങ്ങ് പ്രാർത്ഥന നടക്കുന്ന മസ്ജിദിന്റെ തിരുമുറ്റത്തേക്ക് എത്തണമെങ്കിൽ എപ്പോഴാണ് അവരെത്തുന്നത്? അവിടെ പ്രാർത്ഥനയുടെ പീക്ക് ടൈം അവരെ കാത്തിരിക്കണം. അതും വാച്ച് നോക്കും. ആ സമയം വരെ മൊബൈലിനകത്ത് തോണ്ടിയും മറിഞ്ഞും കഥ പറഞ്ഞും കിസ പറഞ്ഞും ചായക്കരുടെ പുറകിലും പിൻപിലും വണ്ടിക്കകത്തുമൊക്കെ സമയം ചെലവഴിക്കുന്നു ആൽഫ ജനറേഷൻസ്. വിശ്വാസം കുറഞ്ഞു പോയിരിക്കുന്നു. ആരുടെയാണ് കുറ്റം? വിശ്വാസമില്ല നമ്മുടെ മക്കൾ. ആളുകളെ കാണിക്കാൻ ക്ഷേത്രത്തിന്റെയും ചർച്ചിനകത്തും മസ്ജിദിനകത്തും കുമ്പിടുന്നു നമ്മുടെ മക്കൾ. കാരണം അവരെ നിയന്ത്രിക്കുന്നത് 2 GB 4 GB ഉള്ള ഇലക്ട്രോണിക് ഡിവൈസുകളാണ് നമ്മുടെ തലമുറയെ നിയന്ത്രിക്കുന്നത്. ഒരു പക്ഷേ തലമുറയല്ല ഞാൻ ഇവിടെ കുറ്റം പറയുന്നു. നമ്മുടെ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരാൽ സംഭവിച്ചു, ആരാണ് ഉത്തരവാദി? ഹു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഇതൊരു ചോദ്യമാണ്. നമ്മള് ബോധവൽക്കരണം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സംഘടന നേതൃത്വത്തിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. മതപരമായി ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഞാൻ പ്രദാനം ചെയ്യുന്ന ക്രൈസ്തവ കേസ് യുവജന പ്രസ്ഥാനങ്ങളിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അധ്യാപകർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതൽ എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് യോദ്ധാവ് എന്ന ക്യാമ്പയിൻ തുടങ്ങി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന പ്രോഗ്രാം നടക്കുന്നു. നബിദിന ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോ അവിടെ ഒന്നും അവിടുത്തെ ഖുർആൻ അധിഷ്ഠിതമായ വചന പ്രഘോഷങ്ങളല്ല 138 ഈ പറയുന്ന മസ്ജിദുകൾ ഞാൻ പോയി നടത്തിയത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അവിടെ എല്ലാം ഞാൻ നടത്തിയത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറുകളും ഡിബേറ്റുകളും കൺവെൻഷനുകളും ഒക്കെയാണ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് തലമുറ എന്തേ തിരികെ വരാത്ത? ആർക്കാണ് ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? അല്ലേ? എല്ലായിടത്തും ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പക്ഷെ തലമുറയ്ക്ക് ബോധം വരുന്നില്ല. പക്ഷെ തലമുറ നല്ല അറിവുള്ളവരാണ്. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ചേർന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ H2O, ഉമ്മ ഉപ്പ, അത് വെള്ളമാണ്, ജലമാണെന്ന് നമ്മുടെ മക്കൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അതേ ജലം തന്നെ ഉമ്മ കാച്ചി വെച്ച വീട്ടിനകത്ത് അടുക്കളയിൽ പോയ മകൻ പോയിട്ട് അടുക്കളയെ പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് ഗ്ലാസ്സിലെടുത്ത് ഒരു അതിഥി വീട്ടിൽ വന്നാല് കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ട് അങ്കിളെ ആന്റി കുടിക്കെന്ന് പറഞ്ഞ് ആ വെള്ളം കൊടുത്തുകൊണ്ട് ആ ഫാൻ ഓൺ ആക്കിയിട്ട് അടുത്തിരുന്ന് സാഗൂതം ആ ബന്ധുവിനോട് ചോദിക്കുമോ നമ്മുടെ മക്കള് എപ്പോഴാ വന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എത്രയാ പഠിക്കണേ, ഉമ്മ ഇപ്പൊ ഒരു പശുവിനെ അഴിച്ച് കെട്ടാൻ പോയതാണ്, ഉപ്പ എപ്പോ വരും, താഴത്തെ വീട്ടിൽ പോയതാണ് എന്ന് നമ്മുടെ മക്കൾ എത്ര കൗമാരങ്ങൾ പറയും. എത്ര പെട്ടെന്ന് ചോദിക്കണം ഉപ്പ എവിടെ, ഉമ്മ എവിടെയാന്ന് നമ്മുടെ മക്കളോട്. ഒരുപക്ഷെ എന്റെ സംസാരം മക്കളെ കുറ്റപ്പെടുത്താനല്ല, തലമുറയ്ക്ക് എന്തേ ചില മാറ്റം വന്നു. മാറ്റം അനിവാര്യം, കാലാനുസൃതമാണ്. വികസനം അനിവാര്യമാണ്, കാലാനുസൃതമാണ്. അല്ലേ? വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്താൽ നമ്മളൊക്കെ അറിയാം, നമുക്ക് അവിടുത്തെ വികസനം ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടപ്പിലാകൂല. സാമ്പത്തിക ഉന്നതി നിൽക്കുന്ന പല രാജ്യങ്ങളുമാണ് നമ്മൾ പ്രവാസികളൊക്കെ ജോലി ചെയ്യുന്നത്. അവിടുത്തെ വിധികൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ല. കാരണം എന്താ? സാമ്പത്തികപരമായിട്ടും നമ്മുടെ നാട് അത്ര പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എത്തിയിട്ടുണ്ട്. സംസ്കാരത്താലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമ്മൾ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ചിലതുകൂടെ നമ്മൾ കൈക്കലാക്കാറുണ്ട്. സ്നേഹത്തെ നമ്മൾ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്നേഹസമ്പന്നർ ലോകത്തിന്റെ പട്ടികയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നമ്മളാണ്. അല്ലേ? മലയാളിയാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വമ്പൻ. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. പക്ഷേ സ്നേഹ വായ്പകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മക്കൾക്ക്. പക്ഷെ നമ്മുടെ മക്കൾക്ക് എന്തേ ചില പരാജയങ്ങൾ സംഭവിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച തലമുറയുണ്ടല്ലോ, ഏത് സെഡ് ജനറേഷൻ നിന്ന് മില്ലേനിയം ജനറേഷൻ നിന്ന് സെഡ് ജനറേഷനിൽ നിന്ന് ആൽഫ ജനറേഷൻസ്. അപ്പൊ ആൽഫ ജനറേഷൻസിന് പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട് അവർക്ക്. വീണ്ടും അവർ രാത്രിയെ പകലാക്കുന്നവരാ, പകലിനെ രാത്രിയാക്കുന്നവരാ അവര്. അവർക്ക് രാത്രിയിലൊക്കെ വീട്ടിൽ നമുക്കറിയാം പല വണ്ടികളും വീടിന് മുമ്പിലൊക്കെ വരും. വണ്ടിയുടെ ഒച്ച എങ്ങനെ കേൾക്കും ഉമ്മ, അല്ലെ? ഓടിപ്പോയി നോക്കുമ്പോ ആ വണ്ടിയുടെ പുറകെ മകൻ പോയിട്ടുണ്ടാവും. എടാ എവിടെയാടാ? ഞാൻ പോരമ്മ. പിന്നെ കുറച്ച് ഉമ്മയ്ക്ക് നെഞ്ചിൽ തീയ, നീ എവിടെയാ പറയേ, സമയം 11 ഉപ്പന്നെ വിളിക്കണ്ടേ? ഉമ്മ അപ്പ വരാൻ ഒന്നും ഉണ്ടാക്കങ്ങൾ അവിടെ നിന്ന്. വല്ലാത്തൊരു ഉമ്മന്നെ വെറുപ്പിക്കല്ലേ പ്ലീസ്. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല, നിങ്ങൾ അടങ്ങിക്കവിടെ.
എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ബീച്ചിലുണ്ട്, ഇവിടെ ഡി ജെ പാർട്ടി കേൾക്കുന്നുണ്ട് ഇവിടെ. ഉമ്മക്ക് എന്താ ഭയങ്കര ഒരു ഇടങ്ങേറ്, ഉമ്മനെ കൊണ്ട് കുടുങ്ങിയാൽ അതിന്റെ വീട്ടിൽ വരാൻ തോന്നാത്തത് അല്ലാത്തൊരു തൊന്തരവ് തന്നെ ഈ ഉമ്മനെ കൊണ്ട് അല്ലേ. മക്കളെ രാത്രിയിൽ കൃത്യസമയത്ത് മക്കൾ കിടന്നുറങ്ങാത്ത മക്കളായി നമ്മുടെ സാക്ഷര കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താ? നൈറ്റ് ക്ലാസ്സുകൾ, നൈറ്റ് ക്ലബുകൾ, ടർഫുകൾ, നൈറ്റ് അല്ലെ യാത്രകൾ, നൈറ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ രീതികൾ അല്ലേ. ഇപ്പൊ മൈതാനങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മൈതാനങ്ങളുണ്ടോ? മണ്ണിൽ പന്ത് കെട്ടാൻ നമ്മുടെ മക്കളെ കിട്ടുമോ? രാവിലെ എഴുന്നേറ്റ് ചെരുപ്പിടാൻ നഗ്നപാദങ്ങളാൽ ഒരു മണ്ണിലൂടെ നടക്കാൻ നമ്മുടെ കുട്ടികളെ കിട്ടുമോ? പിള്ളേർക്കാലത്ത് എഴുന്നേറ്റ് നടക്കാൻ ഏതെങ്കിലും മാവിൻ ചൂട്ടിൽ പോയിട്ട് ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ എടുത്തിട്ട് കല്ലിലൊരു ചൊറിഞ്ചു കുടിക്കാൻ നമ്മുടെ ബാല്യങ്ങളെ കിട്ടുമോ? ഇല്ല. കുളത്ത് ചേടാൻ മക്കളുണ്ടോ? ഇല്ല. എല്ലാ കുളങ്ങളും പറയാണ്, വരുവിൻ ബാല്യങ്ങളെ എന്നിലേക്കൊന്ന് എടുത്തു ചാടുവിൻ, ഞാനിതാ മാലിന്യം നിറഞ്ഞിങ്ങനെ കിടക്കുക, നിങ്ങളത് മുങ്ങാൻകുഴി ഇടൂ. മാവ് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ബാല്യങ്ങളെ വരൂ, എന്നിലേക്കൊന്ന് നിങ്ങൾ കല്ലെറിയൂ. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങയെടുത്ത് നിങ്ങൾ കടിച്ച് നിങ്ങളുടെ മുഖഭാവം ഞാനൊന്ന് കണ്ട് ആനന്ദിക്കട്ടെ. എന്റെ മാവിൻ ചൂട്ടിൽ നിങ്ങൾ എന്തേ വരാത്തത്? നിങ്ങളുടെ കയ്യിലെ ആ യന്ത്രങ്ങളൊന്ന് താഴെ വെക്കുവിൻ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് താഴെ വെക്കുവിൻ, എന്റെ മുഖത്തൊന്ന് നോക്കുവിൻ. വാർദ്ധക്യമുള്ളവർ പറയുന്നു, എന്താ വല്യപ്പമാരും ഉപ്പമ്മമാരുടെ കൈകളിൽ ചൊടക്കപ്പെടാൻ, തലയിൽ നരച്ചമുടി പറിക്കാൻ, തലയിൽ തലോടാൻ, അവരുടെ കൈകൾ കാലുകളൊന്ന് പിടിച്ച് ബലം പിടിക്കാൻ, അവർ ചെരുപ്പൊന്ന് കഴുകി കൊടുക്കാൻ, അവരുടെ വസ്ത്രം ഒന്ന് കഴുകി കൊടുക്കാൻ ഉപ്പാപ്പമാർക്കും വല്യപ്പന്മാർക്കും ഇന്ന് പേരക്കിടാങ്ങൾക്ക് സമയമില്ല. കാര്യം എന്താ? അവരുടെ കൈകളിലെല്ലാം ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡിവൈസുകൾ കടന്നു വന്നു. അവരെല്ലാം ഒറ്റയ്ക്കാണ്. കവലകളിലും കലുങ്കുകളിലും പാലത്തിനടിയിലും മുകളിലും ആൾക്കൂട്ടങ്ങളിലും സദസ്സുകളിലും വേദികളിലും മുഴുവനും ബാല്യങ്ങളുടെ കൈകളിൽ ഈ പറയുന്ന യന്ത്രങ്ങൾ കടന്നു വന്നു, ഈ പറയുന്ന ഡിവൈസുകൾ കടന്നു വന്നു. പരസ്പരമുള്ള സംസാരങ്ങൾ കുറഞ്ഞു. എന്തിനേറെ പറയുന്നു, കട്ടിലെ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിക്കാൻ സമയമുണ്ടോ? കിട്ടുന്ന സമയം ഭർത്താവും തോണ്ടും ഭാര്യയും തോണ്ടും. ഭാര്യ പൊട്ടിച്ചിരിക്കും, ഭർത്താവും ചിരിക്കും, രണ്ടാളും ചിരിയാണ് അല്ലെ. ആ ചിരിന്റെ ഇടയില് ഭാര്യ ചിരിച്ച് ഭർത്താവിനോട് തള്ളി നിലത്ത് കിടന്ന് നോക്കി, അറിഞ്ഞില്ല പാവം പിടിച്ചോളൂ. ഭർത്താവ് നിലത്ത് പോയപ്പോ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, നീ കിടക്കടിയാ. എവിടെ കേൾക്കാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെവിയിലൊക്കെ പുതിയ സാധനം ഭർത്താവ് വാങ്ങി തന്നിട്ടുണ്ട് അല്ലെ, ഇയർബഡ്സ്. അപ്പൊ നിങ്ങൾ ചിരിക്കുക, റീൽസ് കണ്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കണോ അത് ഇതും കുട്ടി കാണിക്കണ കണ്ട് പെരും ചിരിയാ. രാവിലെ മൊത്തം ആ സാധനം നമ്മുടെ മകന്റെ മോളെ കയ്യിലായിരുന്നല്ലോ. ഇഷ്ടംപോലെ തുണികളൊക്കെ ഉണ്ടായിരുന്നു, മോക്ക് കൊടുത്തു, കീറിയപ്പോ കൊടുത്തു അല്ലെ. പഞ്ചായത്ത് മൊത്തം അവള് കീറി ഇല്ലേ, ഒച്ച ഉണ്ടാവും. എത്ര തുണിവേലും അലക്കാം, ആരോട് വേണേലും സംസാരിക്കാം, എന്ത് കാര്യങ്ങളും ചെയ്യാൻ, തുടയ്ക്കാം, വർത്തമാനം പറയാം, മിണ്ടാൻ പറയാം, ഒക്കെ ചെയ്യാം. ആ മൊബൈലിൽ ലോക്കൊന്ന് മാറ്റിയിട്ട് നമ്മുടെ 1, 2, 3, 4 വയസ്സുള്ള ആ കിടാവിനെ കയ്യിൽ നിന്ന് കൊടുത്താൽ മതി. ആ കരച്ചോട് നിൽക്കും. കൊടുത്തില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു കൊടുക്കരുത്, നാളെ നിങ്ങൾ പോയിട്ട് കൊടുക്കാതിരുന്നാലോ അവൻ അല്ലേ കരഞ്ഞിട്ട് ഈ പഞ്ചായത്ത് മൊത്തം നിങ്ങളെ ഇതാക്കൂലേ. അപ്പൊ നിങ്ങൾ നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കൂലേ? അവന് കൊടുക്കുന്ന പാടെന്താ? കരഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും, ഉമ്മ തരും. കരഞ്ഞ് തളരുമ്പോ എടുത്ത് തോളത്തിട്ട് 2 തട്ട് തട്ടിയിട്ട് അങ്ങനെ തൊട്ടിലിട്ട് 2 ആട്ടാട്ടുമ്പോൾ ആ കരഞ്ഞതിന്റെ ബാക്കി പത്രം എന്താ? സുഖമായിട്ട് കുഞ്ഞങ്ങോട്ട് ഉറങ്ങും, മനസ്സിലാക്കും, ചിന്ത വരും. കരഞ്ഞാലൊന്നും സാധനം കിട്ടും ഉമ്മാന്റെ കയ്യിൽ നിന്ന്. ആ വിളവ് നടക്കൂല. നിലത്ത് കിടന്ന് കൈകാലിട്ടടിക്കും അല്ലേ. നമ്മൾ കൊടുക്കും, നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ. നമുക്കെന്താ? സ്വസ്ഥതയാണ്, സമാധാനം, സ്വസ്ഥത. ഈ സ്വസ്ഥത കൊണ്ടു ചെന്നെത്തിക്കുന്ന എവിടെയാണെന്നറിയുമോ? ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് വെക്കട, ഉണ്ണട, ഉറങ്ങട, അലക്കട, മുടിയൊന്ന് ചെയ്യട, മുടിയൊന്ന് വെട്ടട, ബെഡ്ഷീറ്റ് തിരിച്ചട, മുറി അടുക്കലെ തുറന്നിട്, ഞാൻ വൃത്തിയാക്കട്ടെ എന്നൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞാലോ അതെല്ലാം അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. കാര്യം എന്താ? അവനെ വല്ലാതെ സ്വാധീനിച്ചു അവന്റെ കയ്യിരിക്കുന്ന ആ സ്വാധീനം. പിന്നെ അത് വാങ്ങാൻ പറ്റുമോ? മാറ്റി വെക്കാൻ പറ്റുമോ? മാറ്റി വെച്ചതിന്റെ ഫലമല്ലേ 1238 അമ്മമാരുടെ ശരീരം മുറിവേറ്റത്. അതിൽ തന്നെ 48 അമ്മമാര് അല്ലെ, നാഷണൽ ക്രൈം ബ്യൂറോ 48 അമ്മമാര് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മരിച്ചുപോയില്ലേ. ആഴമുള്ള മുറിവുണ്ടാക്കിയിട്ടില്ലേ അമ്മമാരുടെ കഴുത്തിലും അല്ലെ, ശരീരത്തും, തലയ്ക്കകത്തൊക്കെ മക്കള്. ചെറിയ കണക്കല്ല കേട്ടോ, ഈ കണക്ക് ചെറിയ കണക്കല്ല. കാര്യം എന്താ? അത്രമേൽ നമ്മുടെ മക്കളെ സ്വാധീനിച്ചിരിക്കുന്നു. ആരും ഉത്തരവാദി? ഇവിടെയാണ് നമ്മൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. അപ്പൊ വീണ്ടും കാര്യത്തിട്ട് വരാം. ആൽഫ ജനറേഷന്റെ സവിശേഷത പിന്നെ എന്തൊക്കെയാ നടക്കണേ?
അവരുടെ ഭാഷാരീതി, പഠനരീതി, സ്വഭാവ രീതി, വിശ്വാസ രീതി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ടോട്ടലി ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവർ ഭക്ഷണം കഴിക്കുന്നൊന്നും റൈറ്റ് ടൈമിലല്ല. രാത്രി നിങ്ങളിത് പുറത്തിറങ്ങി നോക്കി, ഈവനിങ് സ്നാക്സുകളാണ് മുഴുവനും. ശരിക്കും എന്താ ഈവനിങ് സ്നാക്സ്? എന്താണത്? നമ്മുടെ മക്കൾ എത്ര ഞാൻ നാളെ നോക്കുമ്പോൾ ഞാനും ചെയ്തും വരുമ്പോ ഞാൻ നാദാപുരത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. ഒരു കാറിൽ ഒരാൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. നോക്ക് ഒക്കെ തിന്നണതാരെന്ന് പറഞ്ഞാൽ ഉപ്പയും മോനും ഭാര്യ പുറകിരിക്കുന്നുണ്ട്. ഈ കുട്ടി ഇവരുണ്ട്, ഇവരെ കാറിന്ന് പുറത്തിറങ്ങിയ ഇവരെ കാലൊന്നും പുറത്തേക്ക് ഇറങ്ങൂല, അത്ര നല്ല തടിയുണ്ട്. ഒരു 9 സമൂസ ഇവനെ കൊണ്ട് കൊടുത്തു, ചിക്കൻ സമൂസ. ആ വെള്ളം ഇതിനകത്ത് മുക്കി അടിക്കാണ്ട് ഇതിലൊക്കെ ഒരു കൊമ്പമീശ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവിടെ പലതും. ചിരിച്ചോ? നമ്മൾ ഈ പാവങ്ങളെ എങ്ങനെയല്ലേ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം കുഞ്ഞുങ്ങളെ. മക്കളെ എന്തോ വിളിക്കണം കുട്ടികള്, മക്കളെ. ഓ മിടുക്ക, നല്ല ഒന്നും കൂടെ ഒച്ച വെക്കണേ. മക്കളെ പോരല്ലോ, ഒന്നിച്ച്. മക്കളെ, കോഴി നമുക്ക് എന്താ തരിക? മുട്ട. പശു നമുക്ക് എന്ത് തരും? പാല്. ഒന്നും കൂടെ പറഞ്ഞേ. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. ഞാൻ പഠിപ്പിച്ചല്ലത് കേട്ടോ, ഞാൻ പഠിപ്പിച്ചല്ല. ഇങ്ങനെ നമ്മൾ മക്കളെ പഠിപ്പിച്ചിരിക്കണേ. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. പശു എവിടെ നമുക്ക് പാല് തരണേ? ആ കുട്ടനെ വിട്ടിട്ട് അകിട് ഇങ്ങനെ അടിച്ച് ചുരത്തിയിട്ട് മൊത്തം കാർന്നിട്ട് അവസാനത്തെ ആ വെള്ളം കൂടെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കും. കോഴിയുടെ മുട്ട എടുത്തിട്ട് അതിന്റെ കുഞ്ഞിനെ ഉണ്ടാക്കി ഇല്ല ഇവിടുത്തെ രീതികൾക്ക് നമ്മൾ അതിനെ പെറുക്കി ആംബ്ലേറ്റ് അടിച്ച് പുഴുങ്ങി നമ്മൾ അടിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരാണ്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അത്ഭുതങ്ങളെ ഇതിഹാസങ്ങളെ തേടി പോകുന്നവരാണ് നമ്മുടെ മക്കള്. അവരെ ചേർത്ത് പിടിക്കണം, അല്ലേ? ചേർത്ത് പിടിക്കണം. അപ്പോ ഈ പറയുന്ന ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടമാണ്. 2010 ശേഷം ജനിച്ച് 2025 വരെയുള്ള തലമുറയെ ആൽഫ ജനറേഷൻ വിളിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ മക്കളും നമ്മുടെ കൂടപ്പിറപ്പിന്റെ ഒക്കെ വയസ്സൊന്ന് നോക്കണം. ശരിയാണോ ഈ പറയുന്നത്? ഈ കാറ്റഗറി പെട്ടവരാണോ? ഇവരുടെ രീതി എന്താ? വിശ്വാസം എന്താ? ഭക്ഷണ രീതി എന്താ? പെരുമാറ്റ രീതി എന്താ? ഇവർ വിശ്രമം എന്താ മനസ്സിലാക്കണം, അല്ലേ? അവർ ഈ കാലത്തിലെ മക്കൾക്കൊക്കെ വല്ല കട ഉൾക്കാണ്ടത്തൊക്കെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വല്ല പാണക്കാട്ട് തങ്ങന്മാരെയോ അല്ലെങ്കിൽ ആരെയൊക്കെ വിളിച്ചാൽ വല്ല മതവിശ്വാസത്തിന് ആളുകളെ വിളിച്ചാൽ നമ്മുടെ മക്കളെ കിട്ടുവോ? കിട്ടൂല. അതൊക്കെ പഴയ കാലമാണ്. ഇപ്പോഴൊക്കെ ചില ആൾക്കാരെ വിളിക്കണം, അവരെ വിളിച്ചാൽ ആൾക്കാർ കൂടുള്ളൂ. ആ പേര് ഞാൻ പറയല, പറഞ്ഞാൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് കാസർഗോഡ് എന്റെ സ്ഥലം ബന്ധപ്പെട്ടുകൊണ്ടൊരു സാധു സ്ത്രീ ദയാബായി അവിടെ 80 വയസ്സിലും അവിടെ നിരാഹാരം കിടന്നു സെക്രട്ടറി മുമ്പിൽ. ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് അവിടെ ഒരു സെൽഫി എടുത്തിട്ടില്ല. 200 മീറ്റർ അപ്പുറത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ഒരു കടയ്ക്ക് ഒരു ഉദ്ഘാടന സെലിബ്രിറ്റി വന്നതാ. 40 പോലീസുകാരാ എലന്നൂട്ടിക്ക് അവിടെ നിന്നത്. പിള്ളേരെ നമ്മളെ കുട്ടികളെ ഈ ആൽഫ ജനറേഷൻ മാറ്റാൻ വേണ്ടിട്ട് അവിടെ മാറണം എന്ന് പറഞ്ഞ് മാറണ്ടേ? ഒന്ന് കണ്ടോട്ടെ, തൊട്ടോട്ടെ, തൊട്ടാ പോകാം, കണ്ടാ പോകാം, സെൽഫി എടുത്താ പോകാം. എവിടുന്നൊക്കെയാ വന്നേക്കെന്ന് പറയും. 3 നല്ലോണം ബൈക്ക് കയറിയിട്ട് മക്കൾ അങ്ങനെ അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, വയലാർ മനോഹരമായ വരികെഴുതി സത്യനും പ്രേംനസറുമൊക്കെ അഭിനയിച്ച മനോഹരമായ സിനിമകളൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ പണ്ട്. ഇപ്പൊ സിനിമയോ? മക്കളോട് ചോദിച്ചു ഏതാ നല്ല സിനിമകളൊക്കെ ചോദിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? നിങ്ങളെ സ്വാധീനിച്ച സിനിമ ഏതാ? കുട്ടികൾ പറയാണ് ഏതൊക്കെയാ സിനിമ അവരെ സ്വാധീനിച്ച? ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ഈ 3 സിനിമയുടെ ആത്മാവ് എവിടെയാ? അടി, ഇടി, കുടി. തോട്ടങ്ങമ്പ തൊട്ട് അടിയാണ് ആവേശ സിനിമ. പിന്നെ ഫുൾ ടൈം കുടി, പിന്നെ ഫുൾ ടൈം വലി. ഇതാണ് മക്കൾക്ക് ഇഷ്ടം. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എല്ലാം ഒന്ന് പരിശോധിച്ചോളൂ. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റപ്പെടുത്തുന്ന എല്ലാ കലകളിലും കൂടെ അല്ലെ സന്നിവേശിക്കപ്പെടുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്ന മാധ്യമം. കേവലം എന്റർടൈൻമെന്റ് അല്ല, അത് സമൂഹത്തെ കൺസ്ട്രക്ട് ചെയ്യണം, സമൂഹത്തെ നയിക്കപ്പെടണം. ഈ സിനിമകൾ എവിടെയാണ് സമൂഹത്തെ നയിക്കുന്നത്? നമ്മുടെ മക്കളൊക്കെ പലരും റോൾ മോഡൽ, ബ്രാൻഡ് അംബാസഡർ ഒക്കെ ഇത്ര ആളുകളാണ്. പല മക്കളുടെയും മൊബൈലൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ദുൽഖറും മമ്മൂട്ടി മോഹൻലാലൊക്കെ അവരുടെ ആ സ്ക്രീൻ സെവറിനകത്തുള്ളത്. ഒരു ഉപ്പയുമ്മയുടെ ഫോട്ടോ ഞാൻ കാണാറില്ല. ഇപ്പൊ ചെറിയ മക്കളൊക്കെ പൊടിക്കുട്ടികളൊക്കെ ഒരു തൊപ്പി വെച്ചതിന്റെ ഫോട്ടോ ഇട്ടാണ് നടക്കണേ. മേത്ത് ഇങ്ങനെ തുപ്പുക, അപ്പനെ അമ്മയും കുറ്റം പറയുന്നു, അവനെ കൊണ്ടാണ് നടക്കണേ മക്കള്. നമ്മുടെ മക്കള് എന്ത് പറ്റിയെന്നറിയില്ല. ഇവരൊക്കെ കഴിക്കണ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? പുതിയ രീതി അറിയാം. ഇത് ഇന്നലെ മിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ നിൽക്കുന്നു പുതിയ അലുവേ മീൻചാറും വാളംപുളിയും കട്ടൻ ചായയും, പിന്നെ പറയാം ലഡു ചമ്മന്തി. ലഡു ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? കഴിക്കണം എന്ന് അവര് പറയണേ കുട്ടികൾ. വറുത്ത ഇലയും തൈര് സലാഡും.
മീൻ വറുത്തതും തൈരും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. നെയ്യപ്പം പോത്തിറച്ചി, ഏത്തപ്പഴവും പോത്തിറച്ചി അല്ലേ, അപ്പൊ അലുവ മീൻ ചേർത്ത്, ഇതൊക്കെയാണ് അവരുടെ ട്രെൻഡ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കൾ അങ്ങനെ ആയി മാറി. ഇനി അവിടെ നിൽക്കട്ടെ, ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ. അപ്പൊ മില്ലേനിയൻ, സെഡ് ജനറേഷൻസ്, ആൽഫ ജനറേഷൻസ്, then coming to startup up to ഏതാണ് ബീറ്റ ജനറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. 2025 ജാനുവരി 1 തൊട്ട് ജനിക്കുന്ന തലമുറകളെ വിളിക്കുന്ന പേരാണ് ബീറ്റ ജനറേഷൻസ്. അതായത് 2025 ശേഷം ജനിച്ച കുളൈന്തകൾ അല്ലേ, ജനിച്ച കുട്ടികൾ മിടുക്കന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്. അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് ശാസ്ത്രലോകം പറയുന്നു. അവരെ ഒന്നും ചർച്ചിനകത്തോ പള്ളിക്കകത്തോ ക്ഷേത്രങ്ങളൊന്നും അവരെ കിട്ടൂല, കുമ്പിടാനൊന്നും അവരെ കിട്ടൂല. അവർ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളിലും അടുക്കളകളിലും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കൂല. അവരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂല, ആദ്യം എടുക്കും, പെട്ടെന്ന് ഭക്ഷണം കിട്ടണം. ക്ഷിപ്രകോപികൾ എന്ന് പറയപ്പെടുന്നു. അപ്പോ ഓൾസോസ് കാർട്ടൂൺ വരച്ച മനോഹര ചിത്രം കണ്ടായിരുന്നു നിങ്ങൾ? ഭാവനാത്മകമായ ചിത്രം വരച്ചു ബീറ്റ ജനറേഷനെ കുറിച്ച്. ഒരു സിസ്റ്റർ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങനെ ആ ടർക്കിയിൽ പട്ടുപോലെ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് ഭർത്താവിനെ കാണിക്കാൻ ഇങ്ങനെ കൊണ്ടുവരിക. ഭർത്താവ് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവന്റെ 2 കൈയും ടർക്കിയുടെ പുറത്തായിരിക്കണം, ചോര കുഞ്ഞിന്റെ. പ്രസവിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ അവന്റെ 2 കൈയിലും ആ നേഴ്സിന്റെ ഫോണും അടിച്ചു മാറ്റിയിട്ട് അവൻ വരുന്നത്. അവന്റെ 2 കൈയിലും ഫോണുണ്ട്, ആ കുഞ്ഞു കയ്യിൽ ഫോണ് പിടിച്ചിട്ട് വിടുന്നില്ല ആ ഫോണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ജനറേഷൻ പിറവിയെടുത്തിരിക്കുന്നു 2025 ശേഷം. അവർ ഇമാജിനിങ് തോട്ട്സുകളാൽ, റിയാലിറ്റി തോട്ട്സുകളെല്ലാം മാറ്റിവെച്ച് ഇമാജിനിങ് തോട്ട്സുകളാൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു തലമുറ ഇതാ നമ്മുടെ മണ്ണിൽ പിറന്നിരിക്കുന്നു. അവര് വിളിക്കുന്ന പേരാണ് ബീറ്റ ജനറേഷൻസ് അല്ലേ. അവരുടെ ജീവിത രീതികൾ മുഴുവനും സൈബർ റിലേറ്റഡ് ആണ്, അവരുടെ ചിന്തകൾ മുഴുവൻ സൈബർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ഡിസംബറിൽ ചൈനയിൽ ചോങ്ജിങ് സിറ്റി എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. ആ ചൈനീസ് സിറ്റിയിൽ വിചിത്രമായൊരു മത്സരം നടന്നു. മത്സരം എന്താണെന്ന് അറിയാമോ? 1000-ഓളം വരുന്ന മക്കളെ ഇവിടെ നോക്കുക, ഒരു കാര്യം പറയാം. ഇവിടെ നല്ല കുട്ടികളാണ്, ഗുഡ് ബൈ ഓക്കെ. കുട്ടികളൊക്കെ നോക്കണേ, ഒരു കാര്യം പറഞ്ഞുതരാം. എവരിബഡി ലിസൺ ഹിയർ ഓക്കെ. 2024 മക്കളൊക്കെ കേൾക്കണം കേട്ടോ. ഒരു മത്സരം നടന്നു. മത്സരം ഇങ്ങനെയാണ്: 1000 എൻട്രികൾ അവർ ക്ഷണിച്ചു ചോങ്ജിങ് സിറ്റിയിൽ. ആ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് എല്ലാവരും 1000 പേരെ അതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് 100 പേരെ ഫൈനലായിട്ട് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഈ 100 പേരോടും പറഞ്ഞത് 8 മണിക്കൂർ സമയമുണ്ട്, വർക്കിംഗ് ഹവേഴ്സ് 8 ഹവേഴ്സ് ആണ്. 8 മണിക്കൂറിനുള്ളിൽ ആരും സെൽ ഫോണുകളോ ഒരു തരത്തിലുള്ള ഡിവൈസുകളോ ലാപ്ടോപ്പുകളോ ഇല്ലെങ്കിൽ അത്തരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്മാർട്ട് ഉപകരണങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ മാനസിക മനോനിലകളും നിങ്ങളുടെ ശാരീരിക ചലനങ്ങൾ, ബോഡി ലാംഗ്വേജ് മൊത്തം എക്സ്പേർട്ട് പാനൽ അനലൈസ് ചെയ്യും. ആഫ്റ്റർ അതിനനുസരിച്ചൊരു മാർക്ക്, ഈ പറയുന്ന സൈക്കാട്രി ഇന്റർവെൻഷനോട് കൂടിയിട്ട് മാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. ആ മാർക്കാണ് നിങ്ങളെ മത്സരത്തിന്റെ വിജയമായിട്ട് പ്രഖ്യാപിക്കുക. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് 10 lakhs rupees പ്രത്യേകം മെമന്റോയും. അങ്ങനെ 1ാം സമ്മാനം കിട്ടിയ 19 വയസ്സുകാരെ പെൺകുട്ടിക്ക് കിട്ടിയത് 189 മാർക്കാണ് കിട്ടിയത്, 89 മാർക്ക്. പക്ഷെ അവള് പിന്നിട്ട സമയം 8 hours ആണ് മാക്സിമം ടൈം. പക്ഷെ അവള് 6 മണിക്കൂർ മാത്രമേ അവൾ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവളെ മൈൻഡ്, മെസ്സേജ്, ചാറ്റിംഗ്, സുഹൃത്ത്, അവളുടെ ഈ കാര്യങ്ങളിലേക്ക് അവളുടെ മൈൻഡ് അതിലേക്ക് സ്പ്രെഡ് ചെയ്തു. ബോഡി ലാംഗ്വേജ് ചേഞ്ച്, അവളുടെ ഐ ടു ഐ കോണ്ടാക്ട് ചേഞ്ച് ആയപ്പോൾ അവൾ ആണ് മാക്സിമം എത്തി. സെക്കൻഡ് സമ്മാനം കിട്ടിയ കുട്ടി 3 മണിക്കൂറാണ് പിന്നിട്ടത്. 3ാം സമ്മാനം കിട്ടിയ കുട്ടി 1.5 മണിക്കൂറാണ് പിന്നിട്ടത്. മനസ്സിലാക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. വേൾഡിൽ എല്ലാ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും നിങ്ങൾ നോക്കിയെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിലോ ചാറ്റ് ജിപിറ്റിയിലോ ചോദിച്ചാൽ മതി. എല്ലാ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വേർഡ് കണ്ടുപിടിക്കുന്നത്, വേർഡ് ഓഫ് ദ ഇയർ. 2024 വേർഡ് ഓഫ് ഇയർ ഫ്രം ഓക്സ്ഫോർഡ് ഡിക്ഷണറി ബ്രെയിൻ റോട്ട് ആണ്. വാട്ട് ഇസ് മീനിങ് ഓഫ് ബ്രെയിൻ റോട്ട്? എന്താണ് ബ്രെയിൻ റോട്ട്? തലച്ചോറിന് ചീയൽ വന്നിരിക്കുന്നു. നിലവാരമില്ലാത്ത ഓൺലൈനുകൾ, ട്രേഡിങ്ങുകൾ, ചാറ്റിങ്ങുകൾ, അസമയത്തെ ചാറ്റിങ്ങൾ, അശ്ലീല വീഡിയോ ചിത്രങ്ങൾ, മറ്റുള്ളവരുമായിട്ട് ചാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവാസതയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള, നമ്മുടെ സ്വഭാവ രൂപത്തിൽ പറ്റാത്ത രീതിയിലുള്ള ചില അവിശുദ്ധമായ ചാറ്റിങ്ങളൊക്കെ നമ്മളെ ഒരു അപജയത്തിലേക്ക് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നു ഈ തലമുറയെ. ആ തലമുറ പേടിക്കുന്നു, ആ തലമുറ ആശങ്കപ്പെടുന്നു. ആ തലമുറ ഏറിയ പങ്കും ആൽഫ ജനറേഷൻസ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ, എസ്പെഷ്യലി പെൺകുട്ടികൾ, മൊബൈൽ ഫോണിനകത്ത് മാതാപിതാക്കൾ കാണാതിരിക്കാൻ എല്ലാം ഡിലീറ്റ് ചെയ്യും, ക്ലിയർ ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. പക്ഷെ
പുരുഷവർഗം ആൺകുട്ടികൾ ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. കാരണം എന്താ? അവരെ നോക്കാൻ സംവിധാനമില്ല. ആൺകുട്ടികളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, ചോദിച്ചാൽ പറയുമില്ല. നമുക്ക് അവരോടുള്ള ഇടപെടലക്കകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടികളാണല്ലോ നമുക്കുള്ള നമ്മൾ ആധിപത്യം. അതുകൊണ്ട് അവൾ അമ്മ കാണാതെയും ഉമ്മ കാണാതെയും അച്ഛൻ കാണാതെയും ഒക്കെ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ദൂഷ്യം എന്താ? ആ 3 പേരുടെ പോണു. ഹലോ ഹലോ 3 ആള് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇപ്പൊ കഴിയും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അങ്ങനെ വിടൂല. ഞാനേ കണ്ണൂർ ഇത്രയും ദൂരം ഈ കമ്മിറ്റിക്കാരെ കൊണ്ടുവന്നതേ നിങ്ങൾ പുറത്തുപോയി കിള്ളാനല്ല, അവിടെ ഇരുന്നോ. അത് ശരി. അപ്പോ ഒറ്റ ഒന്ന് പോയാൽ ഞാൻ പുറകെ ഒന്ന് പിടിച്ചോണ്ടെടുത്തു, ഉറപ്പാ. അപ്പൊ നോക്ക്, നിങ്ങൾ പോയാൽ എനിക്ക് വലിയ സങ്കടം മക്കളെ. വേറെ ഒന്നും ഇത്രയും വലിയ സദസ്സ് ഞാൻ ആദ്യമായിട്ട് കാണാം. അതെങ്ങനെയൊക്കെ പറയുന്നത് സത്യം. എന്തെല്ലാം സദസ്സാ നോക്കിക്കേ. ഇവിടുത്തെ ഈ ഒരു അടുക്കും ചിട്ടയും കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ, വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം എത്ര മനോഹരമായ ശബ്ദം നോക്കി. ഏതാ ശബ്ദം? ഏതാ ശബ്ദം? ബാസി അരുവാട്ടി ഇവിടെ ഉണ്ടോ? ആളെന്ത് എഞ്ചിനീയറെ കാണുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ നല്ല ശബ്ദമാണ്, നല്ല പ്രകാശം, എല്ലാം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും കൊണ്ടുവരും, പെട്ടെന്ന് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധയെല്ലാം അവിടെ വരണം. കുഞ്ഞുങ്ങളൊക്കെ കളിച്ചോട്ടെ, അവരൊന്നും നിങ്ങൾ തടുക്കണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല കുട്ടികളോട്. അവരെ മടി പിടിച്ചിരുത്തിയാൽ വലിയ സന്തോഷമാണ് കേട്ടോ. കളിക്കാൻ പറഞ്ഞ കുടുങ്ങി അതേ ഓടുന്നൊരുത്തൻ. ഒരു ഡോക്ടറാ പോണത് കണ്ടില്ലേ. അപ്പൊ ഓക്കെ. അപ്പോ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് അറിയാം? എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ? എവിടെയാ പറഞ്ഞു നിർത്തിയ? ആദ്യം പറഞ്ഞു നിർത്തിയേ. ഒരു കണക്ഷൻ എന്താ? വണ്ടി സ്റ്റാർട്ട് ആകട്ടെ. ഏത്? യെസ് അല്ലേ? അപ്പം ഈ പറയുന്ന ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇടപെടലുകളും മനുഷ്യൻ നടക്കുമ്പോ മനുഷ്യനൊരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അപജയത്തിന്റെ പേര് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇട്ടൊരു കുഞ്ഞു വേർഡാണ് ബ്രെയിൻ റോട്ട്. തലച്ചോറിന് ചീയൽ സംഭവിച്ചിരിക്കുന്നു വർത്തമാന കാലഘട്ടങ്ങളിൽ. അപ്പൊ ഇത് ഒരു സൈബർ റിലേറ്റഡ് കാലഘട്ടമാണ്. ഇതൊരു ഡ്രഗ് വേദികളിൽ പ്രഭാഷണം നടത്തിയ 26 വയസ്സായ ചെറുപ്പക്കാരൻ ലോക മഹാസമ്മേളനത്തിനെ അഭിസംബോധിച്ച് സംസാരിച്ച പ്രസംഗത്തിന്റെ അവസാന ഭാഗം എന്താണെന്നറിയാമോ? ലോകം നേരിടുന്ന ദുരന്തം എന്താ? പട്ടിണിയോ അരാജകത്വമോ വംശവിദ്വേഷമോ ജലദൗർലഭ്യമോ ഒന്നുമല്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാണോ? ഒന്നുമല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് 198 രാജ്യവും ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും വലിയ റഷ്യ വരെ പരന്നു കിടക്കുന്ന ഈ സമസ്ത രാജ്യങ്ങളും ഇന്ന് നേരിടുന്ന പ്രശ്നം സൈബർ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനുമാണ്. ഇതാ നമ്മുടെ പ്രശ്നം. ഇതിനാണ് നമ്മൾ നേരിടേണ്ടത് അല്ലെ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ മുഴുവനും സന്തോഷത്തും കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും സന്തുഷ്ടമായ ഒരു കുടുംബം നയിക്കുന്നവരാണ്. എത്രയോ സഹോദരിമാർ ഭർത്താവിനാൽ, മക്കളാൽ, ഭർത്താവിന്റെ മാതാപിതാക്കളാൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യയാൽ, ഭാര്യയുടെ ബന്ധുക്കളാൽ, മക്കളാൽ എത്രയോ ഭർത്താക്കന്മാര് സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. പലരും പറയാറുണ്ട്, സാറേ എന്റെ ഭർത്താവ് പ്രവാസിയാണ്, വലിയ സന്തോഷമൊന്നുമില്ല സാറേ വീട്ടിൽ. മകൻ പറയണതൊന്നും കേൾക്കണമെന്നില്ല. എന്റെ കുട്ടി, ഞാനാണ് കുറ്റപ്പെടുത്തുന്നത്. എന്റെ കുട്ടീനെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാറേ. പക്ഷെ അവന്റെ ബാപ്പ എന്നെയാ കുറ്റപ്പെടുത്തണേ. പഴയതുപോലെ ഒന്നും എന്നോട് ബാപ്പ സംസാരിക്കാറില്ല സാർ. മൂപ്പർക്ക് മകന് ചെറിയ ചില വികൃതികളും ചില പൊരുത്തക്കേടുകളൊക്കെ കാണാൻ തുടങ്ങി. ബാപ്പനോട് പലതും ഞാൻ മറച്ചു വെച്ചു. ബാപ്പനോട് മൂപ്പര മണലിൽ പണിയെടുക്കുകയല്ലേ, നെഞ്ചുവേദന ഉണ്ടാകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് സാർ പലതും ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചത്. പക്ഷേ പലതും നീ എന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. നീ അല്ലേ മക്കളെ നോക്കിയത്, വളർത്തിയത്, എന്നിട്ട് ഇപ്പൊ എന്തായി? എപ്പോഴും ചോദിക്കും എന്നിട്ട് ഇപ്പൊ എന്തായി, എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയത് എന്നാ ചോദിക്കണേ. കണക്ക് പറച്ചിൽ കേട്ട് കേട്ട് ജീവിതം മടുത്തു സാർ, മരിക്കാൻ തോന്നുന്നില്ല. മക്കളുണ്ടായി പോയില്ലേ? എന്താണെന്നറിയാം, ഇങ്ങനെ കേന്ദ്രമായിട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ. ഭർത്താക്കന്മാര് പറയുന്നു, സാറേ ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ മണ്ണിൽ കുഴിച്ചിട്ടു. 2 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് പോവുക ഞാൻ. എന്നെ നല്ല യൗവനമല്ലേ, ഈ മണലിലാണ് ഞാൻ ഉരുകിയത്. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്ക് നല്ല വസ്ത്രങ്ങളോ നല്ല പാദോഹങ്ങളിലോ നല്ല വാച്ചുകളോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷേ ഈ പ്രവാസ ലോകത്തുള്ള മനുഷ്യരൊക്കെ, പല മനുഷ്യരും പറയാണ്, സാറേ ഞാൻ അവിടെ ഉരുകി ജീവിക്കുകയാണ് ഇവിടെ ഈ മണ്ണില്. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല സാറേ. എന്റെ മകൾക്ക് 12 വാച്ച് ഉണ്ട്. എന്റെ വാക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാ. എന്റെ അന്ന് വന്നപ്പോൾ വാച്ച് എന്റെ കൈ കിടക്കണം. എന്റെ മകന് വീട്ടിലൊരു വണ്ടിയായിട്ട് പോയാല് ഒരു ലോറിക്കകത്ത് കയറ്റാൻ മാത്രം വസ്ത്രവും ചെരുപ്പും ഷൂ ഒക്കെ എന്റെ മകനുണ്ടാവും. അവന്റെ സൈക്കിളും അവന്റെ മൊബൈലും അവന്റെ കളിപ്പാട്ടങ്ങളും വീട്ടിലുണ്ടാവും സാർ. എനിക്കൊന്നുമില്ല. ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷെ ഇന്ന് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ യൗവനം മുഴുവൻ പോയില്ലേ? ഞാൻ പറയുമ്പോഴൊക്കെ എന്റെ ഭാര്യ കുറ്റമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഫോൺ വിളിച്ചാൽ മൊത്തം നിങ്ങൾ ഇന്റെ കാര്യം ചോദിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ ആയി പോയി സാർ, എനിക്ക് അവളോട് സ്നേഹമില്ലാത്തോണ്ടല്ല.
ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. വീട്ടിൽ ചെല്ലുമ്പോ സമാധാനം വേണ്ടേ? വീടെല്ലാം ഉണ്ടാക്കി സാറേ, വലിയ വീട്, പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, വണ്ടിയുണ്ട്, വീട്ടിൽ സൗകര്യങ്ങളുണ്ട്, ലാൻഡ് ഫോണുണ്ട്, മക്കളുണ്ട്, പഠിക്കുന്നുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമല്ല സാറിന്റെ വീട്ടില്, സത്യ സമാധാനമല്ല. ഇവിടേക്ക് സഹോദരന്മാർ മുഴുവനും ഭർത്താക്കന്മാർ വിദേശത്തായിരിക്കും. ആ വിദേശത്തുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇട്ടിരിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങൾ, നിങ്ങളുടെ കയ്യിലെ വാച്ചുകൾ, ആഭരണങ്ങൾ, നിങ്ങൾ ഇട്ടിരിക്കുന്ന വില കൂടിയ പർദ്ദകൾ മുഴുവനും പ്രവാസ ലോകത്തിന്റെ കണ്ണീരും വിയർപ്പുമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ ദശാംശം അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് സങ്കടം പലപ്പോഴും, അല്ലെ? ഒരുവൾ എങ്ങനെ കരുതണം, ഒരുവൾ എങ്ങനെ മഹത്വത്തിന്റെ പട്ടികയിൽ ജീവിക്കണം. അല്ല, ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചില ചെലവാക്കലുകൾ, നമ്മുടെ ജീവിത ചെലവാക്കലുകൾ, പ്രവാസ ലോകത്ത് ഒരുപാട് GCC കണ്ടുകൾ ഞാൻ യാത്ര ചെയ്ത് പോയോളാം. കഴിഞ്ഞ ആഴ്ച 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അബുദാബിയിൽ ഞാൻ കൂടി തിരിച്ചു വരും. ഇസ്ലാമിക് സെന്ററിലായിരുന്നു എന്റെ പ്രഭാഷണം. അവിടെ KMCC തിരൂർ മണ്ഡലത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ വരണേ. അതിന് 5 ദിവസം മുമ്പ് ഞാൻ ദമാമിലായിരുന്നു. ഇനി 27-ാം തീയതി ഞാൻ ജിദ്ദയിലാണ് പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു വരുന്നത് എന്നെ മഹത്വവൽക്കരിച്ചല്ല. ഏപ്രിൽ 7-ാം തീയതി US-ലാണ്, ഏപ്രിൽ 23 ഞാൻ കാനഡയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം അവിടെ എല്ലാം പ്രവാസികളുണ്ട്, അവിടെ എല്ലാം ജീവിക്കുന്ന മനുഷ്യഗണങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒക്കെ ഭാര്യമാരവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരെയും ഒരു തുലാസിൽ ഇങ്ങനെ തുലനം ചെയ്താൽ ഭാര്യയുടെ പക്ഷത്തും ഭർത്താവിന്റെ പക്ഷത്തും നീതിയുണ്ട്. പക്ഷെ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ചില വൈരുദ്ധ്യങ്ങൾ ഇതിനിടയിൽ കിടന്ന് കളിക്കുന്ന വൈരുദ്ധ്യങ്ങൾ മക്കളാൽ, അല്ലെ? ചില അമ്മമാര് പറയുന്നത് നീ കാരണം കൊണ്ടാ ഞങ്ങട്ടെങ്കിലും പോടാ, ഞാനും എന്റെ ഒറ്റ പ്രശ്നമല്ല, പക്ഷെ നീ കാരണം കൊണ്ടാ, എന്റെ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് സമാധാനമില്ലാത്ത വീട്ടില് പറയും അമ്മമാര് പറയും. അത് എന്നെ കേൾക്കുന്ന മക്കളൊക്കെ ശ്രദ്ധിക്കണം. അമ്മയും അച്ഛനൊന്നും സ്നേഹിച്ചിട്ടില്ല ഉമ്മയിപ്പയും. കാര്യം എന്താ? നീയൊന്ന് വളർന്ന് വലുതായപ്പോ, നിന്റെ മാർക്കൊന്ന് കുറഞ്ഞപ്പോ, നിന്റെ കൂട്ടുകെട്ടുകൾക്കൊന്ന് സ്ഥാനചലനം സംഭവിച്ചപ്പോ, നീ വൈകുന്നേര സമയങ്ങൾ വീട്ടിൽ കണയാത്ത സമയത്ത് അമ്മ ഉരുകുന്ന ഫലമായി, ഉപ്പ വീഡിയോ കോൾ വിളിക്കുമ്പോൾ നിന്നെ കാണാത്തൊരു ഫലമായി, അനക്ക് എന്താ അവിടെ പണിയും ചോദിച്ചുകൊണ്ട് അവളോട് ഉമ്മയോട് സ്നേഹ സല്ലാപങ്ങൾ സമർപ്പിക്കേണ്ട നിമിഷങ്ങളിൽ നീ എന്ന കാരണത്താൽ ആ വീടിനകത്ത് നിനക്ക് ഉത്തരവാദിത്വം പകരാൻ പറ്റാത്ത ഫലമായി ഉമ്മയും ഉപ്പയും മിണ്ടാതിരിക്കുന്ന ഫലവുമെല്ലാം നിന്നിൽ അർപ്പിതമാണ്. അതിലെല്ലാം മക്കളെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സത്യം, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും അമ്മയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്, അല്ലെ? പലപ്പോഴും മക്കൾക്ക് മുമ്പിൽ നീ എന്ന രീതി, ഉപ്പ എന്ന സങ്കല്പത്തിന് പലപ്പോഴും നീ ദ്രോഹിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ടൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. അതെല്ലാം മക്കൾ കണ്ടിട്ടുണ്ട്. ബഹുമാനം കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. പക്ഷെ പറയപ്പെടുന്ന ഓത്യാസ് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിലുള്ള ചില പാപഭംഗിതമായ തെറ്റുകളെ നീ ആയിരിക്കുന്ന മുറിക്കകത്തേക്ക് നിന്റെ കഥകളെ കുത്തിയിട്ട് നിന്റെ ഭർത്താവിന്റെ ചാരത്തൊന്നുകൊണ്ട് കണ്ണിൽ നോക്കി നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തിയില്ല മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് ശിരസിൽ കൈവച്ചുകൊണ്ട് ഒരുവൻ ചോദിക്കുന്നിടത്ത് ഒരുവൻ കേൾക്കാൻ ഇടവരുമെന്ന് പറയണം. പക്ഷേ ആൾക്കൂട്ടങ്ങളിലോ, മക്കൾക്കിടയിലോ, നമ്മുടെ ബന്ധുക്കൾക്കിടയിലോ, നമ്മുടെ ഈ പറയുന്ന ബെറ്റർ ഹാഫിന്, ഭർത്താവിനെ നമ്മൾ അവരുടെ ചെറിയ കുറ്റങ്ങളെ പർവ്വതീകരിച്ച ആ കുറ്റങ്ങളിലൂടെ നമ്മളെ അവർ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അവിടെ നമ്മളെ അവര് ചെറിയ രീതിയിൽ അകറ്റാൻ തുടങ്ങും. ഒരു സംശയമൊന്നുമില്ല, ചെറിയ രീതിയിൽ അകറ്റാൻ തുടങ്ങും. അവിടെ ഓത്യാസ് പറയുന്നുണ്ട്, നീയായിരിക്കുന്ന മുറിക്കകത്തേക്ക്, 4 ചുവരുകൾക്കകത്ത് ആ കഥകളെ കുറ്റിയിട്ട് നിന്റെ മക്കൾ കേൾക്കാതെ നിന്റെ ബെറ്റർ ഹാഫിനോട് നീ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തിയില്ലേ മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഉരുകിയത്, നമ്മൾക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, എന്തേ എന്നെ അറിയിക്കാത്തത്? എന്റെ മക്കൾ അറിയരുത്, നമ്മുടെ മക്കൾ അറിയരുത്, അല്ലേ? നിങ്ങളുടെ മക്കളല്ല, എന്റെ മക്കളല്ല, നമ്മുടെ മക്കൾ അറിയരുത്. ഒരുപക്ഷെ അവർക്ക് നിങ്ങൾ ഉപ്പയാണ്, അവരുടെ ബ്രാൻഡ് അംബാസഡർ ആണ് നിങ്ങൾ, അവരുടെ റോൾ മോഡലാണ് നിങ്ങൾ, അവരറിയരുത്. എത്ര മനോഹരമാണ്! ആ മനുഷ്യനിലേക്ക്, ആ മനുഷ്യന്റെ കുഞ്ഞു തെറ്റുകളെ ചുവരിന് പുറത്തേക്ക് കേൾക്കാതെ ഒരു വീടിന്റെ ആ 4 ചുവരുകൾക്കകത്ത് ആ മനുഷ്യനോട് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പേരല്ലേ ഉത്തമമായ ഭാര്യ? ദൈവമേ, അല്ലേ? ലൈവ് ന്യൂസ് നടക്കാന്നാണ് സെയ്ത് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഒരു മകൻ, അല്ലെ, ഉമ്മനെ വെട്ടി മരിച്ചുപോയിരിക്കുന്നു. ഉമ്മ 6 പേര് മരിച്ചു. അത് സെയ്ത് പറഞ്ഞേ, 6 പേര് മരിച്ചു. നോക്കണം. ഈ അടുത്തിടയ്ക്കുള്ള ദുരന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ദുരന്തങ്ങൾ തിരുവനന്തപുരത്ത് നടന്നു എന്നാ പറയണേ. ലൈവിൽ കേട്ട ന്യൂസാണ്. ഇവിടെയും ലൈവാണ് നടക്കുന്നത്.
അല്ലേ? ലോകത്തിന് എന്താണ് പറ്റിയത് പ്രിയപ്പെട്ടവര്? ഇന്ന് ഇവിടെ കണ്ണൂർ ജില്ലയിലെ അരിപ്പാമ്പ്രയിൽ നമ്മൾ ഇന്ന് ഈ മഹാസമ്മേളനം നടക്കുമ്പോൾ തലസ്ഥാന നഗരത്തിന്റെ ഏതോ കോണിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരമ്മ മകനാൽ മരണപ്പെട്ടു. ഇതൊന്നും നിത്യകാഴ്ചയായി മാറിയിട്ടുണ്ട് അല്ലേ? ഒരമ്മയതാ കോഴിക്കോട് ജില്ലയില് അങ്ങ് താമരശ്ശേരി അടിവാരത്ത് ഒരമ്മ സുബൈദ എന്ന് പറയുന്ന 32 വയസ്സായപ്പോഴേക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ആ സാധു സ്ത്രീ വിവാഹം കഴിക്കാതെ 3 മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മറ്റു വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിച്ചു. 50 വയസ്സെത്തിയപ്പോൾ 60 പിടിപെട്ടു. 52-ാമത്തെ വയസ്സിൽ 3 ഘട്ടങ്ങളായിട്ട് മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. പല സ്ഥലങ്ങളിലും MDMAക്കും കഞ്ചാവിനും അടിമപ്പെട്ട മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. 52-ാമത്തെ വയസ്സിൽ തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ കുഞ്ഞു ആഭരണം മൂരി കൊടുത്ത് വീണ്ടും മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. ചികിത്സ കഴിഞ്ഞ് മകൻ വീട്ടിലെത്തി. ഉമ്മയുമായി വഴക്കുണ്ടാക്കിയിട്ട് അടുക്കളയിൽ മുറിക്കകത്തും പോയി നോക്കിയിട്ടുണ്ട്. മകൻ കത്തി ഉണ്ടായിരുന്നു, എടുത്തില്ല. കാര്യം എന്താ? മൂർച്ചില്ലാത്ത കത്തിയായിരുന്നു. അങ്ങനെ അയൽ വീട്ടിൽ പോയിട്ട് കത്തി വാങ്ങിക്കൊണ്ടുവന്ന് 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ ചുമന്ന ആ അടിവരണ്ടാണ് ആദ്യത്തെ വെട്ടുപെട്ടിയത് മകൻ. രണ്ടാമത്തെ വെട്ട് മോനെ ആക്ഷിക്കേ എന്ന് വിളിച്ച കൈകളെ വെട്ടുവീഴ്ത്തി, താരാട്ടുപാടിയ കൈകളെ വെട്ടുവീഴ്ത്തി. 3-ാമത്തെ വെട്ട് ആ കണ്ടനാളങ്ങളെ വെട്ടുവീഴ്ത്തി. 4-5 വെട്ടും കാൽത്തുടകളിലും കാൽപാദങ്ങളും വെട്ടി അരിഞ്ഞിട്ട് ആ ഉമ്മയുടെ ചലനം നിലച്ചപ്പോ ആ രക്തത്തുള്ളികൾ നിബിഡമായ കത്തിയും താങ്ങിപ്പിടിച്ചുകൊണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു ഈ ചെറുപ്പക്കാരൻ. എന്തു പറ്റിയെന്ന് ആശങ്കപ്പെട്ട് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എന്റെ ഉമ്മയെ കൊന്നിട്ടാ വരുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, എന്ത് ചെയ്തു നീ? എന്നെ പോലെ ഒരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ് എന്റെ ഉമ്മയെ ഞാൻ ഇല്ലാതാക്കിയതാണ് ഈ ലോകത്തോട് ആ 24 വയസ്സുകാരൻ വിളിച്ചു പറഞ്ഞത്. ആരും കേൾക്കരുതേ അവന്റെ ഈ കലുഷിതമായ ഈ വാക്കുകൾ. ആരും കേൾക്കരുതേ ഈ നൊമ്പരങ്ങളൊന്നും കാണരുതേ ആരും. ലോകം അങ്ങനെ ആയി. ലോകം അല്ലേ? ആർക്കും എന്തും സംഭവിക്കാം. ലോകം അങ്ങനെയാണ്. ഇവിടെല്ലാം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലഹരി എന്ന് പറയുന്നത് കേവലം സിഗരറ്റും മദ്യവും ഒക്കെയാണോ? മുറുക്കാൻ മൂക്കുപിടിയാണോ ലഹരി? കാസർഗോഡ് പടതക്കാവ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ച ചോദ്യമുണ്ട്, കുറച്ച് പ്രായമുള്ളവരോട് എന്താ ലഹരി എന്ന്. പ്രായമുള്ളവർ പറഞ്ഞു മൂക്കുപ്പൊടി, ബീഡി, കള്ള്, ചാരായം എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പക്കാരോട് ചോദിച്ചു എന്താ മക്കളെ ലഹരി എന്ന്. പലരും പറഞ്ഞു. എന്താ പറഞ്ഞത്? പലരും പറഞ്ഞു അവിടെ പറഞ്ഞത് MDMA, പെത്തടി, ഹെറോയിൻ, ആൻസ്, കൂള്, കഞ്ചാവ്, സ്റ്റിക്കർ എന്നൊക്കെയാ പറയുന്നത്. ചെറിയ കുട്ടികൾ. എവിടുന്ന് അവർ കേട്ടത്? അവർ ഉപയോഗിച്ചുകൊണ്ടാണോ? അല്ല. ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നവമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കവിക്രയങ്ങളും വാങ്ങലും കൊടുക്കലും ഉപയോഗങ്ങളുമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നാദാപുരത്ത് വലിയൊരു ജനകീയ സദസ്സുണ്ട്, മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ മീറ്റപ്പ് വലിയൊരു മീറ്റപ്പായിരുന്നു. ഇതുപോലെ തന്നെ ആ നാട് ഉണർന്നു. അവർക്ക് ചില തിരിച്ചറിവുകൾ വന്നു നാടിന്. അങ്ങ് മാറി വന്ന ചില രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം ഒന്നായി ഒരു കുടക്കീഴിലേക്ക് വന്നു. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിന് പിഴുതറിയണമെങ്കിൽ ഒരു കുടക്കീഴിലേക്ക് വരണമെന്ന് പറഞ്ഞ മഹാദുരന്തത്തിന്റെ ഒരു ബാക്കി പത്രം ഇനി നാട്ടിൽ വേണ്ട എന്ന് തീർച്ചപ്പെടുത്തലാണ് ഇന്നലെ നാദാപുരം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇത് ഇവിടെ ശാഖ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ സംഘടിപ്പിച്ച ഏറ്റവും മനോഹരമായ പരിപാടിയാണ് ഈ പരിപാടി. എത്രയോ ജനങ്ങളെ സഹോദരി സഹോദരന്മാർ, എത്ര മനോഹരമാണ് ഈ സദസ്സ്. നമ്മൾ ചില തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കുടുംബമുണ്ട്, നമ്മളെല്ലാം വിവരവും വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അറിയാം സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റിന് തീയുണ്ട്, ചാരമുണ്ട്, പുകയുണ്ട്. നോ എന്ന് പറയും നമ്മുടെ മക്കള്. മദ്യം കൊടുത്താലും പറയും നോ എനിക്ക് വേണ്ട പോ എന്ന് പറയും. പക്ഷേ ഇപ്പം ഉമ്മയെ കൊന്ന മകനും ഈ താമരശ്ശേരി ഉമ്മയെ കൊന്ന മകനും 4 പേരെ തലക്കടിച്ചു കൊന്ന മകനും ഈ 1250 അമ്മമാരെ പരിക്കേൽപ്പിച്ച 68 അമ്മമാരെ കൊന്ന ഈ മക്കൾക്കൊക്കെ അവർ ശരീരങ്ങളിൽ ഒഴുകുന്ന മുഴുവനും ഈ പറയുന്ന കടുത്ത സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് ആഫ്റ്റർ എഫക്റ്റാ. ശരിക്കും എന്താണ് ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? എത്ര സഹോദരന്മാർക്കും അറിയാം MDMA എന്ന് പറയപ്പെടുന്ന ഈ ലഹരി വസ്തു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്. ഇത് വിൽക്കാൻ പാടില്ല, നിയമം വിൽക്കാൻ അനുവദിക്കുന്നില്ല. ഒരിക്കൽ പോലും ഇതിന് ജാമ്യം കിട്ടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് മരണം സംഭവിക്കും. ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം 5 വർഷം കൊണ്ട് ഇത് മരണം സംഭവിക്കുന്ന ഡ്രഗാണ് ഞാൻ ഉപയോഗിക്കുന്ന അറിയാം. പക്ഷെ ഇതിന്റെ അപകടം എന്താണെന്ന് അറിയാമോ? ഈ ഡ്രഗിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ PSCക്കൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. മക്കളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യങ്ങൾ എന്താണ് കില്ലർ ഡ്രഗ്സ് എന്നൊക്കെ ചോദിക്കും. വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് പാർട്ടി ഡ്രഗ്? ചോദ്യങ്ങളാണ്. പാർട്ടി ഡ്രഗ് എന്താണ്? കില്ലർ ഡ്രഗ്സ് എന്താണ്?
ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിനകത്ത് കില്ലർ ഡ്രഗ്സ് എന്ന് മുകളിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 18 ഐറ്റംസ് സാധനങ്ങളാണ് കില്ലർ ഡ്രഗ്സ്. ഏതൊക്കെയാ? പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്, ടോൾസം, MDMA, മെത്താഫെറ്റമിൻ, മെത്തലിൻ ഡയോക്സി, മെത്തൽ ഓക്സൈഡ്, ക്ലാര, ഈ പറയുന്ന കല്ല് പോലെ ഒരുപാട് സാധനം. ഈ 18 പരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഈ പറയുന്ന കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് എന്താണ്? കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് ഒറ്റ തവണ ഉപയോഗിച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുകയും എന്ന മനസ്സ് നോ എന്ന് പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഏതോ ആ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യാതൊരു കാരണവശാലും കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലെ ഒരു ഡ്രഗും ഒരു മനുഷ്യനും തമാശയ്ക്ക് പോലോ പ്രേരണയാലോ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോലും നടത്താൻ പാടില്ല എന്ന് കർശനമായി നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സ്പെർട്ട് പാനൽ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്നു. തമാശയ്ക്ക് പോലും ഫസ്റ്റ് ഡോസ് പോലും എടുത്ത് പരീക്ഷ നടത്തരുത്. എത്ര ശക്തമാനും പ്രബലനുമാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ഡോസിൽ അതിലേക്ക് അവൻ വീഴും. ഇനി കേട്ടോളൂ, അടുത്ത് കേട്ടോളൂ, അടുത്ത് പറയാം, അടുത്ത് കേട്ടോണം. എന്താണ് പാർട്ടി ഡ്രഗ്? എന്താണ് പാർട്ടി ഡ്രഗ്? പാർട്ടി ഡ്രഗ് എന്താ പറയുക? പാർട്ടി എന്താണെന്നറിയേണ്ടത്? മ്യൂസിക് ഇവന്റുകൾ, ഡാൻസ് ഹബ്ബുകൾ, DJ പാർട്ടികൾ, ഡാർക്ക് സൈറ്റസ് പോലുള്ള ഡ്രാക്കുള വെബൺസ് ഐസുകൾ, ഇതെല്ലാം എവിടെ നടക്കുന്ന? എവിടെയാണ്? മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, ബാംഗ്ലൂർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മുംബൈ, ഒറീസ പോലുള്ള ഏറ്റവും കൂടുതൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ, കോളേജുകൾ, ഈ പറയുന്ന ഫാഷൻ ട്രെൻഡുകളൊക്കെ നിലനിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഡാർക്ക് വെബുകൾ ഇപ്പൊ നിലവിലുണ്ട്. ബാംഗ്ലൂരിലൊക്കെ അവിടെ 10 പേരെ പരിശോധിച്ചാൽ 5 പേര് ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഈ പറയുന്ന MDMA അവിടെ ഉപയോഗിക്കുന്നവരാ. അതിന്റെ വലിയ കണക്കെന്തെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ നേരെ കൊണ്ടുപോകാം. 10:1 എന്ന് പറയും. 10:1 എന്നറിയാം, മുറുക്കാനാണ്. 10:1 10:1 10ൽ ഒരാളെ മുറുക്കണുള്ളൂ. 10:1 10:2 എന്ന് പറയാം, 10 2 പേരെ വലിക്കണുള്ളൂ. സ്മോക്കിംഗ്സ്. 10:3 10ൽ 3 പേര് ഡ്രിങ്കിങ്, മദ്യപാനം. 10:4 എന്നറിയുമോ? ഹാൻഡ് സ്കൂൾ പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കയ്യിൽ വെച്ച് തിരുമ്മി ചുണ്ടടി വെച്ചിട്ട് ആ ലഹരി ഉപയോഗിക്കുന്നു. മോസ്റ്റ് ഡേഞ്ചർ ആണ് അല്ലെ? സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസ് സിൻഡ്രം പോലുള്ള കടുത്ത ഈ രോഗം വരെ ക്യാൻസറിന്റെ മറ്റൊരു വേർഷൻ ആണ് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം. എന്താ അസുഖത്തിന്റെ പേരെന്താ? മൃദുലമായ കോശഭാഗം ഇലാസ്റ്റിക സ്വഭാവം നശിച്ച് ഗാഢ സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യും. പല്ലുകൾ ഇങ്ങനെ ചുണ്ടി താഴോട്ടാക്കിയാൽ പല്ലിനടിയിൽ വെളുത്ത പ്രതലം ഇങ്ങനെ കാണാൻ പറ്റും. ആ വെളുത്ത പ്രതലം പിന്നെ പല്ലുകളുടെ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് മോണകൾ താഴോട്ടിരിക്കും. പല്ലുകൾ ഇളകാൻ തുടങ്ങും. ഉപയോഗിച്ചതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം ഈ ശരീരത്തിനകത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിലൂടെ മാറില്ല. ആ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും സിവിയർ ഡേഞ്ചർ ആണ്. ഈ ക്യാൻസറിന് ചികിത്സയില്ല. ആ ക്യാൻസർ വന്ന് മരിച്ച ഒരാളുടെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ www.national-drug-control-society ഔദ്യോഗിക സൈറ്റിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, വയനാട് വൈത്തിരി സ്വദേശിയാണ്. പല്ല് തേക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഗാനമേളയിൽ നല്ല രീതിയിൽ പാടുന്ന ചെറുപ്പക്കാരനായിരുന്നു ഗോപാലൻ. കലാമണിയുടെ കാലത്തൊക്കെ കലാമണിയുടെ ഒപ്പം സ്റ്റേജിൽ പാടിയ വ്യക്തിയായിരുന്നു. പക്ഷെ മരിച്ചുപോയി. ഗോപാലൻ പല്ല് ഇങ്ങനെ സ്പീഡ് തേക്കുന്നുണ്ട്. തേക്കുമ്പോൾ ബ്രഷ് കവിള് തുളച്ച് പുറത്തേക്ക് വരും. ഇതില് ബ്രഷ് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്തു ഗോപാലൻ. അമ്മ നേരെ കൽപ്പറ്റയിൽ ആരോഗ്യകേന്ദ്രം കൊണ്ടുപോയി. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പരിശോധിച്ച് ഡോക്ടർ റെഫർ ടു ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് RCCയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. ഒറിജിനൽ ക്യാൻസറിൽ നിന്ന് ഗോപാലിന് റിസൾട്ട് ക്യാൻസർ പോസിറ്റീവായി. സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസ് സിൻഡ്രം പിടിപെട്ടിരിക്കുന്നു. 2 വർഷം ഗോപാലൻ ചികിത്സയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഗോപാലൻ മരിച്ചുപോയി. ഗോപാലൻ അമ്മ ഇപ്പോഴും RCCയിൽ ഡെയിലി വേസ്റ്റ് ഉപ്പുവരായിട്ട് അവിടെ ഉണ്ട്. ശാന്തടുത്ത് അവിടെ ഉണ്ട്. ഗോപാലൻ മരിക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ട്. ഗോപാലൻ പറയുന്നുണ്ട്, എനിക്ക് വന്ന ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, ആരും ഹാൻസും കൂളും ഒന്നും വെക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തലമുറകളൊന്നും ഇത് കേട്ട് വിശ്വസിക്കൂല. കാര്യം എന്താ? ഒരു മനുഷ്യ ശരീരത്തിനകത്ത് സമൃദ്ധമായിട്ട് ഉമ്മുനീർ ഗന്ധിയുള്ളത് വായിക്കകത്താണ്, രുചി കുമ്മളയുള്ളത് വായിക്കകത്താണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ മാങ്ങ ഇടിച്ച് പൊട്ടിക്കുക. ഈ മെസ്സേജ് നിങ്ങൾ ആർക്കെങ്കിലും പറയണം, അല്ലെങ്കിൽ എന്നെ ലൈവിൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം. ഈ മാങ്ങ ഇടിച്ച് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ മാങ്ങയ്ക്കകത്ത് നീരൊക്കെ ഇങ്ങനെ വരും. എന്റെ മാങ്ങ ഞാൻ ഇങ്ങനെ പൊളിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചു മാങ്ങ
2 കഷ്ണമാക്കി. നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് മാങ്ങയുടെ മുകളിൽ ഇട്ട് കുറച്ച് മുളക് പൊടി എടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ടു. 2 കഷ്ണമുള്ള മാങ്ങ ഒന്നിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് തിരുമി എന്നിട്ട് വീണ്ടും മാങ്ങ ഞാൻ 2 സെപ്പറേറ്റഡ് ആക്കി, 2 കഷ്ണങ്ങൾ. നിങ്ങളെ ഒന്നിങ്ങനെ കാണിച്ചിട്ട് ഈ മാംസളമായ മാങ്ങയുണ്ട്, നല്ല മാങ്ങയാണ്, കോമാങ്ങ മാങ്ങ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഞെക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഉറ്റാൻ തുടങ്ങി. മുളക് പൊടിയും ഉപ്പും ഈ മാങ്ങയുടെ രുചിയും പുളിയും എല്ലാം കൂടെ അങ്ങോട്ട് കയ്യിലോട്ട് വീഴാൻ തുടങ്ങി. നീരിങ്ങനെ വീണ ശേഷം ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിങ്ങൾ വായിലൊക്കെ നോക്കി വെള്ളം ഇറക്കി പതുക്കെ ഇറക്കുക പ്ലീസ് അല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാക്കുന്നുണ്ട് അല്ലെ. എവിടുന്ന വെള്ളം വന്ന എവിടുന്ന സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധിയുണ്ട്, രുചികുമളയുണ്ട് അല്ലെ. കൈയുടെ ഇവിടുന്നോ ഉള്ളം കൈന്നോ തലയുടെ മുകളിൽ നിന്നോ ചെവിക്കകത്തൊന്നും വെള്ളം വന്നില്ലല്ലോ അല്ലെ. സമൃദ്ധമായിട്ട് രുചികുമളയുണ്ട്, സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുണ്ട്. അപ്പൊ ഈ ഉമ്മനീർ ഗ്രന്ഥി സമൃദ്ധമായിട്ട് രുചികുമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ നല്ല സുഖം വെക്കാം. കാര്യം എന്താ, ആരും കളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് സാധനം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കവർ പോക്കലിടും, 2 തിരുമ്പ് അല്ലേ. ഇങ്ങനെ ആരും കാണാൻ പേടിക്കാതെ വെക്കണ ഹിന്ദിക്കാർ മാത്രമേ വെക്കുള്ളൂ, ഹിന്ദിക്കാർ അല്ലാത്തൊരു പേടിയാ. ഇങ്ങനെ ആക്കി പിന്നെ ആരും പറയണ ഇങ്ങനെ വെക്കും, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അല്ലേ. കഴിഞ്ഞു വരടി അല്ല, എത്രേ ഉള്ളൂ അല്ലേ. എവിടെ വെച്ചിരിക്കണേ? സമൃദ്ധമായി രുചികുമളകള സമ്പന്നമായ ഈ വായുടെ 3 ഇഞ്ച് നീളം വരുന്ന ഏരിയയിലാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, സത്യസന്ധമായിട്ട് സംസാരിക്കുക കേട്ടോ. എന്ന് സ്റ്റഡി ചെയ്തിട്ടാ പറയണേ. നമ്മൾ ഉമ്മയൊക്കെ അച്ചാറിടുമ്പോൾ നമ്മൾ അച്ചാർ എങ്ങനെ നക്കണേ, എങ്ങനെയാ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നാവിന്റെ തുമ്പത്ത് ഇങ്ങനെ നോക്കണം. രുചികുമള അവിടെയുള്ളത്. തേൻ നക്കുന്ന എവിടെയാ? നാവിന്റെ ഏറ്റവും അല്ലെ ആ പ്രഷർ പോയിന്റിലാണ് നമ്മൾ നക്കുക, തേൻ നക്കുന്നത് അല്ല. നമ്മൾ തേൻ എടുത്തിട്ട് അണ്ണാക്കിൽ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് അച്ചാർ ഇങ്ങനെ എടുത്തിട്ട് അണ്ണാക്കി ഒഴിച്ച് നോക്കുവോ? അണ്ണാക്കി വെക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ, ഗുളികയാണ്. കാര്യം രുചി അറിയാൻ പറ്റില്ല, കൈപ്പറി അല്ലെ. അപ്പൊ ഈ ഏറ്റവും പവിത്രമായ ഈ സ്ഥലത്തിട്ടാണ് ഈ സാധനം എടുത്ത് വെക്കണത്. 400 ഇരട്ടി ക്യാൻസർ വരാൻ സാധ്യതയുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് ഹാൻസ് കൂള്. ആരാ പറഞ്ഞ? ഫിലിപ്പമ്പാട് പറഞ്ഞല്ല. നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയുടെ സൈറ്റുകൾ കണ്ട് നാഷണൽ എക്യുപ്മെന്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി, ഹൈദരാബാദിലെ ലബോറട്ടറിയാണ് ഈ പറഞ്ഞ പാൻ മസാലകളുടെ നിലവാരങ്ങളെ കുറിച്ചും നിരോധിതമായ ചില ചൈനീസ് സിഗരറ്റുകളുടെയൊക്കെ ഇതിന്റെയൊക്കെ നിലവാരങ്ങളെ കുറിച്ച് ടെസ്റ്റ് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസിയാണ് ഈ പറയുന്ന നാഷണൽ എക്യുപ്മെന്റ് ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറി. ലബോറട്ടറി റിസൾട്ട് 2021 അപ്ഡേറ്റ് ആണ് ഈ പറയുന്ന നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി സൈറ്റിലുണ്ട്. പറയുന്നുണ്ട് ക്യാൻസർ വരാൻ സാധ്യതയുള്ള 400 ഇരട്ടി സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനകത്ത് പല മെറ്റൽസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, മോണോസൾഫേറ്റ്, പൊട്ടാസ്യം മാഗ്നേറ്റ്, പോളിപെർപ്പിലിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് സാധനത്തിനകത്ത്. അപ്പൊ എന്താണ് പാരാനട്രഫിനോൾ എന്നറിയണ്ടേ? അത് മാത്രം പറഞ്ഞ് നിർത്താം. നമ്മൾ സാധാരണ വീട്ടിനകത്ത് നമ്മൾ ബാത്റൂമിലൊക്കെ സോപ്പ് നിലത്ത് വീഴും, വെള്ളം ഇങ്ങനെ മാറും. കാര്യം എന്താ? ഗ്ലിസറിൻ ഉണ്ട്. പേസ്റ്റ് നിലത്ത് വീഴും, കാര്യം മെന്തോൾ ഉണ്ട്, വെള്ളം ഇങ്ങനെ മാറും, മെന്തോൾ ഉണ്ട്. മണ്ണെണ്ണ നിലത്ത് വീഴും, അതായിട്ടൊക്കെ ഉണ്ട്, മണ്ണെണ്ണ മാറും. പെട്രോൾ വീണാലും മാറും അല്ലേ, മാറും. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഹാൻഡ്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ റോട്ടിൽ കിടക്കുന്നതിന്റെ കവർ എടുത്തിട്ട് വെറുതെ എന്റെ കവറിനകത്ത് എന്തെങ്കിലും തരി അംശം മതി, ആ കവറൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ലാസ്റ്റ് കിടക്കുന്ന ഒരു തരി മതി വീട്ടിൽ കൊണ്ടിട്ട് ബാത്റൂമിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ബാത്റൂം നടുക്കിട്ട് നോക്കി വെറുതെ ഇങ്ങനെ 1 2 3 ഒരു 3 സെക്കൻഡ് കൊണ്ട് ബാത്റൂം ഡ്രൈ ആവും, ഉണങ്ങും ബാത്റൂം. ഇതുകൊണ്ടാണ് ഈ ചില ആളുകൾക്ക് ഇത് വെക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണാം, ഈ ജലാംശത്തിനെ തള്ളിക്കളയും. ജലാംശമില്ലെങ്കിൽ സാധനം പൂക്കത്തില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ പറയുമ്പോ? ജലാംശം ഇല്ലെങ്കിൽ പൂക്കില്ല. പണ്ട് കിട്ടിയ ഹാൻഡ്സ് ഒക്കെ പൂക്കുമായിരുന്നു, പുകല പൂക്കും. പുകല കടയിലൊക്കെ ഈ പെട്ടിക്കടയിൽ പോയി കഴിഞ്ഞാൽ പാളയ്ക്കകത്ത പോലും, കവുങ്ങിന്റെ പാളയ്ക്കകത്ത്. കാര്യം എന്താ? ജലാംശത്തിന് ഒബ്സർവ് ചെയ്യാൻ പാളയ്ക്ക് പറ്റും. കാര്യം H2O ആണല്ലോ വാട്ടർ, ജലം. അപ്പം ഈ പറയുന്ന ഹാൻഡ്സ് പണ്ട് കടകളിൽ ഈ സാധനം ഇവിടെ തിരിച്ചെടുക്കും. അന്ന് വിൽക്കാൻ അനുമതി ഉണ്ടായിരുന്നു, പണ്ട് ഇപ്പൊ വിൽക്കാൻ പറ്റൂല, നിരോധിത പാൻ മസാലയാണ് ഹാൻഡ്സ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ സാധനം കടയിൽ വെച്ച് പണ്ടത്തെ ഹാൻഡ്സ് 2 ദിവസം കൊണ്ട് പൂക്കും. ഇപ്പൊ ഈ സാധനം 2 ദിവസമല്ല, 2 മാസമല്ല, 2 വർഷം വെച്ചാലും പൂക്കൂല, പൂത്തുപോകൂല. മഴയത്ത് ചാക്ക് കെട്ടി പുറത്തൊക്കെ വെക്കാം. ഈ സാധനം വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ലാഭമല്ലേ? 5 രൂപയിലെ ഹോൾസെയിൽ റേറ്റ്, വിൽക്കണത് 80-90 റുപ്യക്കല്ലേ വിൽക്കണേ. കടക്കത്താരും വെക്കൂല, നമുക്ക് എവിടെ വിൽക്കുന്ന ആർക്കും അറിയില്ല. എല്ലാവരും കച്ചവടക്കാരൊന്നുമല്ല, പക്ഷെ ഒരുവൻ കച്ചവടക്കാരനാണ്, ഭയങ്കര ലാഭമാണ്. അവനോട് മതസംഹിത വിശ്വാസം പറഞ്ഞ ഏക്കൂല. പേരിന് ചിലപ്പോൾ ഹൈന്ദവനാവും, ഇസ്ലാമാവും, ചിലപ്പോൾ ക്രിസ്ത്യാനിയാവും. അതൊന്നും പറഞ്ഞാൽ ഇപ്പൊ നിർത്തത്തൊന്നുമില്ല. പോലീസ് കൊണ്ട് പിടിപ്പിച്ചാൽ നിൽക്കുമോ? നിർത്തൂല. കാര്യം എന്താ? പോലീസ് വന്ന് പിടിച്ചോണ്ട് നേരെ സ്റ്റേഷനിൽ പോകും, അവിടെ കയറി നേരെ അവിടെ ഒരു 41 നോട്ടീസ് ഒപ്പിടിപ്പിക്കും. അല്ല 5 മിനിറ്റേ ഉള്ളൂ, ID കാർഡ് തരാൻ പറയും. 41 നോട്ടീസ് അണ്ടർ 41 CRPC സെക്ഷൻ പ്രകാരം കേസ്. ഞാൻ ഇതിനെ 190 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ തന്നെ 5 മിനിറ്റ് സ്റ്റേഷനിൽ വിടും. ജാമ്യം കിട്ടുന്ന ഒഫൻസ്, ബെയിലബിൾ ഒഫൻസ് ആണ്. എങ്ങോട്ടാ പോണത്? പിന്നെ ഒരു 4 മാസം കഴിയുമ്പോൾ ഒരു കോൾ ചെല്ലും, സമൻസ് കൊടുക്കുന്ന ആള്.
ഫിലിപ്പമ്പാടല്ലേ? അതെ. നിങ്ങൾ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് നിങ്ങൾ മമ്പാട് എന്നെ കടയിൽ വെച്ച് ഹാൻഡ്സ് കടയുടെ പുറകത്ത് വെച്ചത് അവിടുത്തെ SI ടീമും ഫിലിപ്പും SI നമ്മൾ പിടിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ സമൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഫൈൻ അടയ്ക്കാൻ. ഞാൻ വരാം സാറേ, എത്ര ഇന്ന സ്ഥലത്ത് ഇന്ന CGM കോടതിയിൽ പോയി നിന്നു. ഇനി ഫിലിപ്പമ്പാട് സാർ നിങ്ങൾ എന്നെ കുറ്റം ചെയ്തിട്ടുണ്ടോ സാർ? ഫൈൻ അടയ്ക്കാൻ തയ്യാറാണോ? യെസ്. ഫൈൻ എത്രയാ? 500 രൂപ. 500 ഞാൻ പോവും. നിങ്ങൾ പോലീസിനെ വിളിച്ചായിരിക്കും, പോലീസ് വരും, ജീപ്പായിട്ട് വരും, സാധനം എടുത്തോണ്ട് പോകും. പക്ഷെ തൊലിക്കെട്ടി കുറച്ച് കൂടും. നാട്ടുകാരുണ്ട്, പള്ളിക്കാരുണ്ട്, മകളുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരും കണ്ടു, ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ കണ്ടു. കാണ്ടാമൃഗത്തെ തൊലിക്കെട്ടിയാവും. വീണ്ടും വന്ന മനുഷ്യൻ അടങ്ങിയിരിക്കും, വീണ്ടും കച്ചവടം ചെയ്യും. കച്ചവടം ചെയ്യാതിരിക്കണമെങ്കിൽ മനസ്സിനകത്തേക്ക് ചില കുറ്റബോധങ്ങൾ കടന്നു വരണം, ചില നനവുണ്ടാവണം, ചില മനുഷ്യത്വം ഉണ്ടാവണം. ഞാൻ പ്രധാനം ചെയ്യുന്ന എന്റെ വിശ്വാസ സംഹിതയിൽ എനിക്കിത് റാമാണ്, പാടില്ല ഞാൻ വിൽക്കാൻ. ഞാനിത് കൊടുത്താൽ അത് വാങ്ങുന്ന ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്താൽ അവന്റെ ഉമ്മ തകർന്നു, ഉപ്പ തകർന്നു പോകും എന്ന ചിന്ത മനുഷ്യണ്ടാവണം. മാനവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുത്തതിന് ശേഷം ഞങ്ങൾ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ ചെന്നൊരു കുട്ടി കത്തെഴുതി. അനുഷ എന്ന് പറഞ്ഞ പൊന്നുമോള്, ഓട്ടോറിക്ഷക്കാരന്റെ മകളാ, 2 മുറിയുള്ള വീടിന് അവക്ക്. അവള് ഉമ്മയപ്പ ഉറങ്ങിയപ്പോ അവൾ ഉറങ്ങിയില്ല. രാത്രി 12 മണിക്ക് പേനയും പേപ്പറും എടുത്തു. അവരുടെ പ്രിയപ്പെട്ട ഇക്ക, എന്റെ പേര് അനുഷദാസി, മാനവ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ 10C ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ സ്കൂളിൽ വന്ന് ഫിലിപ്പേട്ടൻ മകേഷ് വന്ന് ക്ലാസ് എടുത്തപ്പോഴാ മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് മുഴുവനും ക്യാൻസർ പൊതികളാണ്, ഹാൻസ് അല്ല. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേക് പാവമാണ്, അവൻ പലപ്പോഴും നിങ്ങളുടെ കടയിൽ നിന്നാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. എന്റെ കത്ത് നിങ്ങൾ എപ്പോഴാണോ വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്തുപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചോളട്ടെ. സ്നേഹപൂർവ്വം അനുഷദാസി, മാനവ ഹയർ സെക്കൻഡറി സ്കൂൾ 10C. കത്ത് മടക്കിയിട്ട് ഒട്ടിച്ചില്ല, അവിടെ വെച്ചിട്ട് വീണ്ടും അവൾ ഇങ്ങനെ കിടന്നു എന്നാ പൊന്നുമോള് പറഞ്ഞത്. ഉറക്കം വന്നില്ല അങ്കിളെ എനിക്ക്. നേരം വെളുപ്പോ എഴുന്നേറ്റവള് എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് പോലും വിളിച്ചപ്പോ പോയില്ലെന്ന് അവള് പറഞ്ഞേ. വീണ്ടും പേനയും പേപ്പറും എടുത്ത് വീണ്ടും എഴുതി അവൾ അടിയിൽ, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ? പലപ്പോഴും അവർ കടയുടെ മുമ്പിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാവിയില് അവരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർ കടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്ന അന്ന് ഉപ്പ എന്ന സ്ഥാനം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ? അതാണ് മോൾ എഴുതിയത് അവിടെ. ആ കത്തുമായിട്ട് അവള് പോയി സ്കൂളിന്റെ അടുത്ത് നിന്നിട്ട് കത്ത് കൊടുത്തു. ദാട്ട് പറഞ്ഞു, എന്താ വായിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോ കട തുറന്നില്ല. ഉമ്മയോട് കാര്യം പറഞ്ഞു, നല്ലതല്ലേ എന്റെ പൊന്നുമോൾ ചെയ്തത്, നല്ലതല്ലേ എന്റെ കുഞ്ഞ് ചെയ്തത്. കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ അവിടെ ഉമ്മ വെച്ചു. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോ വീണ്ടും അതാ കട അടഞ്ഞു കിടക്കണു. ടീച്ചറോട് പറഞ്ഞു. 2 നിന്ന് വൈകുന്നേരം കത്തുമായിട്ടൊരു മനുഷ്യൻ സ്കൂൾ വിട്ടപ്പോ മൈതാനത്ത് അമ്മി നിൽക്കുന്നുണ്ട്. ടീച്ചർ എന്താ ചോദിച്ചു. ടീച്ചറെ, എനിക്ക് ആ കുട്ടിനെ ഒന്ന് കാണണം, എനിക്ക് ഈ പറഞ്ഞ ഫിലിപ്പമ്പാടിന് മകേഷ് സാറെ ഒന്ന് കാണണം, ഓരോ ഒന്ന് വിളിക്കണം ഇങ്ങോട്ട് പ്ലീസ്. ടീച്ചർ വിളിച്ചു. 3-4 അന്ന് സ്കൂളിന്റെ ആ മിനി ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ചെന്നു. 100-300 കുട്ടികളും ഈ കുട്ടിയെയും വിളിച്ചു. ഈ മനുഷ്യൻ തലയും തത്തി കൈയും കെട്ടി നിൽക്കുക. 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ പേര് പറയാൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. 19 വർഷം റിയാദിന്റെ മണ്ണിൽ ജോലി ചെയ്തു. പറയാണ്, സാറേ എനിക്ക് 10-15 കടമുറി ഉണ്ട്, ജീവിക്കാൻ ചുറ്റുപാടൊക്കെ ഉണ്ട് സാറേ, ഒരു പലചരക്കടയുണ്ട് സാറേ, ഈ ബംഗാളിമാര് കൂടുതൽ താമസിക്കുന്നത് എന്റെ വാടക കോട്ടേഴ്സിലാണ്. അയറ്റൊക്കെ കൊടുക്കുമ്പോ പലചരക്ക് സാധനം വാങ്ങണമെങ്കിൽ ഈ സാധനം കൊടുക്കണേ, അല്ലെങ്കിൽ എന്റെ കച്ചവടം നിൽക്കും സാറേ, അങ്ങനെ ഞാൻ വിറ്റതാണ് സാറേ. എനിക്ക് അങ്ങനെ മനക്കെട്ടിയുള്ള ആളൊക്കെ തന്നെയാണ് സാറേ, അല്ല ഞാൻ അങ്ങനെ മോശക്കാരനല്ല. അങ്ങനെ കുട്ടികളൊന്നും വാങ്ങിയിട്ടുണ്ടോ? 5 പ്രാവശ്യം എന്നെ നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്. നോക്ക്, 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ. എന്നിട്ടൊന്നും ഈ മനുഷ്യൻ നിർത്തിയിട്ടില്ല. 14 വയസ്സുള്ള അനുഷിത എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ രാത്രി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്തു. അവളുടെ പദസമ്പത്തിന് മുമ്പിൽ ഒരു 47 വയസ്സുകാരനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമാണ്. അങ്ങനെ എത്രയോ അനുഷിതമാർക്കാണ് ഈ അമ്മമാരെ നിങ്ങൾ ജന്മം നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ചാരത്തിരിക്കുന്നത്, നിങ്ങളുടെ പക്ഷത്തിരിക്കുന്നത്, നീ സദസ്സ് വേദിയിൽ പങ്കെടുത്ത് എത്രയോ അനുഷിതമാർക്ക് ജന്മം കൊടുത്ത സഹോദരിമാരെ നിങ്ങളുടെ മക്കളുണ്ട്. എത്രയോ അനുഷിതമാർക്കിടെ ഉപ്പുമാരി വേദിയിരിക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കെടുപ്പിക്കണം മക്കളെ കൊണ്ട്. നമ്മുടെ പദസമ്പത്തുകൾ മക്കൾ ഉപയോഗപ്പെടുത്തണം. സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവരുടെ എഴുത്തുകൾ, സർഗാത്മകതകൾ, പ്രസംഗങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തണം. ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്.